ചോദ്യോത്തരം. ശ്രീ ബിനിമോൻ. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. സർ, വിവിധ സർക്കാർ ഉത്തരവ് പ്രകാരം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് ടെൻഡർ മുഖാന്തരം പ്രവൃത്തികൾ നൽകുന്നതിന് മുൻഗണന നിലവിലുണ്ട്. സഹകരണ വകുപ്പിൻ്റെ GOMS 13/11/97 പ്രകാരവും GOMS PWD 19/3/2004 പ്രകാരവും മറ്റ് കരാറുകാർക്ക് കോട്ട് ചെയ്ത തുകയിൽ നിന്ന് 10% കൂടിയ നിരക്ക് മാത്രമാണെങ്കിൽ സൊസൈറ്റി കോട്ട് ചെയ്ത തുകയ്ക്ക് പ്രവൃത്തി അനുവദിക്കാവുന്നതാണ്. മാത്രമല്ല, സഹകരണ വകുപ്പിൻ്റെ ആദ്യ ഉത്തരവ് പ്രകാരവും തുടർന്ന് GORT നമ്പർ 162/2001 പ്രകാരവും സൊസൈറ്റികൾക്ക് പ്രവൃത്തികളിൽ പങ്കെടുക്കുമ്പോൾ EMD അതുപോലെ തന്നെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, പെർഫോമൻസ് ഗ്യാരണ്ടി എന്നിവ ഒഴിവാക്കിയിട്ടുണ്ട്. സഹകരണ വകുപ്പിൻ്റെ GOMS 2/8/2008 പ്രകാരം സൊസൈറ്റിക്ക് ഏത് തുകയിലുള്ള പ്രവൃത്തിയും ഏറ്റെടുത്ത് നടത്താവുന്നതാണ്. പൊതുമരാമത്ത് ദേശീയപാത വിഭാഗത്തിൻ്റെ കീഴിൽ മോർത്ത് SBD പ്രകാരം ചെയ്യുന്ന പ്രവൃത്തികളിൽ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പ്രത്യേക മുൻഗണന നിലവിൽ ഇല്ല. എന്നാൽ പൊതുമരാമത്ത് സ്റ്റേറ്റ് ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ദേശീയപാത പ്രവൃത്തികളിൽ മേൽ സൂചിപ്പിച്ച സർക്കാർ ഉത്തരവുകൾ ബാധകമാണ്. പൊതുമരാമത്ത് വകുപ്പിൻ്റെ പ്രവൃത്തികളിൽ ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നടപടിക്രമങ്ങൾ പാലിക്കാതെ പ്രവൃത്തി അനുവദിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പൊതുമരാമത്ത് വകുപ്പിൻ്റെ പ്രവൃത്തികളെല്ലാം തന്നെ ഗുണനിലവാര പരിശോധന കർശനമായി പാലിക്കുന്നുണ്ട്. PWD മാനുവൽ, SBD കണ്ടീഷൻ എന്നിവ അനുസരിച്ചാണ് ഇവ നടപ്പിലാക്കുന്നത്. ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതായി ക്വാളിറ്റി കൺട്രോൾ മാനുവൽ അവലംബിച്ചു വരുന്നു. ഗുണനിലവാര പരിശോധന ഫലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കരാറുകാർക്ക് ബിൽ തുക നൽകുന്നത്. പ്രവൃത്തികളുടെ ഗുണനിലവാരം സംബന്ധിച്ച പരാതി ലഭിക്കുകയാണെങ്കിൽ അന്വേഷണം നടത്തുന്നതാണ്. ശ്രീ ബിനിമോൻ. സർ, ഊരാളുങ്കൽ സൊസൈറ്റി വഴി നിർമ്മിക്കുന്ന പ്രവൃത്തികളുടെ നിർമ്മാണ മേൽനോട്ട ചുമതല അവരുടെ സ്വന്തം എഞ്ചിനീയർമാർക്കാണോ? പൊതുമരാമത്ത് വകുപ്പിൻ്റെ നിരീക്ഷണം ഇക്കാര്യത്തിൽ ഉണ്ടോ എന്ന് വ്യക്തമാക്കാമോ? ഇല്ലെങ്കിൽ ഇനിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെങ്കിലും വകുപ്പിൻ്റെ കർശന നിരീക്ഷണവും ഉറപ്പുവരുത്താമോ എന്ന് ചോദിക്കുന്നു. സർ, സാധാരണ പൊതുമരാമത്ത് പ്രവൃത്തികളുടെ നിരീക്ഷണം ഒക്കെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള എഞ്ചിനീയർമാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും, കരാറുകാർ അവരുടെ കോൺട്രാക്ടർമാർ അവർ എഞ്ചിനീയർമാരെ സൈറ്റിൽ വെക്കുന്നുണ്ടാവും. പക്ഷേ ഔദ്യോഗികമായിട്ട് എല്ലാ കാര്യങ്ങളും പൊതുമരാമത്ത് വകുപ്പ് ആണ് നിരീക്ഷിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാറേ, ഊരാളുങ്കൽ സൊസൈറ്റി വഴി നിർമ്മിക്കുന്ന ചില പദ്ധതികളിൽ ചെലവ് വർധനയും കാലതാമസവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം പ്രസ്തുത സൊസൈറ്റി ഏറ്റെടുക്കാറുണ്ടോ? ആയതുമൂലം സർക്കാരിന് ഉണ്ടാകുന്ന നഷ്ടം സൊസൈറ്റിയിൽ നിന്നും ഈടാക്കാൻ നടപടി സ്വീകരിക്കുമോ? കാലതാമസം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. സാധാരണ ഒരു എഗ്രിമെൻ്റ് കാലാവധി ഉണ്ട്. ആ കാലാവധിക്കകം പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ എക്സ്റ്റൻഷൻ കൊടുക്കും, അത് ഫൈനോട് കൂടി കൊടുക്കും. അങ്ങനെയാണ് സാധാരണഗതിയിൽ. എവിടെയെങ്കിലും വർക്കിന് ബുദ്ധിമുട്ടും പ്രയാസം നേരിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എഗ്രിമെൻ്റ് കണ്ടീഷൻ പ്രകാരമുള്ള നിയമ നടപടികൾ സ്വീകരിക്കും. സർ, ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പൊതുമരാമത്ത് വകുപ്പിൻ്റെ 165 പ്രവൃത്തികളിൽ റോഡ് വിഭാഗത്തിൽ 61 പ്രവൃത്തികളാണ് ഉള്ളത്. 46 പ്രവൃത്തികൾ കിഫ്ബി പ്രവൃത്തികളാണ്. സർ, കൈവശമുള്ള പ്രവൃത്തികളിൽ ഭൂരിഭാഗം പ്രവൃത്തികളും അവിടുത്തെ കോഴിക്കോട് ജില്ലയിലാണ് നടക്കുന്നത്. ഇപ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ 165 പ്രവൃത്തികളിൽ 40ഓളം പ്രവൃത്തികൾ മന്ദഗതിയിലാണ്. കാരണം വർക്കിലോട് കൂടി. മുമ്പ് ഒരു ഏരിയ മാത്രം, ഇപ്പോൾ കാസർഗോഡ് മുതൽ പാറശാല വരെ എല്ലാ വിവിധ പ്രദേശങ്ങളിലും വർക്ക് നടക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് അവിടെ പ്രവർത്തനങ്ങളിൽ വർക്കുകളിൽ ഒരു മന്ദീഭവനം വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങൾ അവിടെ ബന്ധപ്പെട്ട അതിൻ്റെ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ ഭാരവാഹികളെ വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. ഈ പ്രവൃത്തി വളരെ വളരെ മന്ദഗതിയിലായതുകൊണ്ട് പ്രവൃത്തി വേഗത്തിലാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീ CR മഹേഷ്. സർ, ഊരാളുങ്കൽ സൊസൈറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അംഗീകരിച്ച എസ്റ്റിമേറ്റ് തുക ക്രമവിരുദ്ധമായി പിന്നീട് വർദ്ധിപ്പിച്ച് കൂടുതൽ തുക സൊസൈറ്റിക്ക് അനുവദിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാമോ? അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നമുക്ക് അന്വേഷിക്കാം. ശ്രീ ദീപക് ജോയ്. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ തദ്ദേശീയരായ തൊഴിലാളികൾക്ക് ആവശ്യമായ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നില്ല എന്ന പരാതി പരിഹരിക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് വ്യക്തമാക്കാമോ? തദ്ദേശീയ
ആളുകൾക്ക് ജോലി ലഭിക്കുന്നില്ല എന്നുള്ള പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ കാര്യം അന്വേഷിക്കുന്നതാണ്. ഇവർക്ക് നമ്മൾ ഈ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കൊക്കെ ഈ ഇളവ് കൊടുക്കുന്നത് നാട്ടിലെ ആളുകൾക്ക്, തൊഴിലാളികൾക്ക് ജോലി ലഭ്യമാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഇതിപ്പം നമ്മൾ ഇവർക്ക് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഇല്ല, പെർഫോമൻസ് ഗ്യാരണ്ടി ഇല്ല, ടെൻഡറിൽ 10% ഇളവ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. ഇപ്പം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണെങ്കിൽ തന്നെ ഈ പ്രൈസ് ഡിഫറൻസിന് പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഇതിൽ 140 കോടി രൂപ അവർക്ക് ലാഭമാണ്. മറ്റുള്ള കരാറുകാരെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അത്രയും നഷ്ടം സർക്കാർ സഹിക്കുന്നുണ്ട്. 140 കോടി രൂപ കഴിഞ്ഞ കാല പ്രവൃത്തികളിൽ നിന്ന് ഇപ്പോൾ കിട്ടിയ ഒരു കണക്ക് പ്രകാരം അങ്ങനെയാണ്. ശ്രീ എഫ് രാജ. സർ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കിഫിയുടെ മുഖാന്തരം പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള എത്ര പദ്ധതികൾ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നൽകിയിട്ടുണ്ട്? അവയുടെ പുരോഗതി വ്യക്തമാക്കുമോ സാർ? ഇത് ടെൻഡറിൽ 2 വിഷയങ്ങളുണ്ട്. ഒന്ന്, അവർ നേരിട്ട് ടെൻഡർ കോട്ട് ചെയ്തിട്ട് ലോവസ്റ്റായിട്ട് വന്നതുണ്ട്. ചിലത് ലോവസ്റ്റായിട്ട് ചെയ്ത ടെൻഡറിൽ പെർസെൻറ്റേജിൻ്റെ ഡിഫറൻസ് വരുമ്പോൾ 10% അവർക്ക് ആനുകൂല്യം ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 46 പ്രവൃത്തികളാണ് കിഫ്ബി മുഖാന്തരം അവർക്ക് ലഭിച്ചിട്ടുള്ളത് പ്രൈസ് ഡിഫറൻസിൽ. ശ്രീ ബി മുരളീധരൻ. പൊതുമരാമത്ത് വകുപ്പിൻ്റെ പല പണികളും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രശ്നങ്ങളെ തുടർന്ന് ബിറ്റുമൻ്റെ വില വർദ്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മുടങ്ങിക്കിടക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസം പരാമർശിക്കപ്പെട്ടിരുന്നു. ഇതിന് പരിഹാരം എന്നുള്ള നിലയിൽ ബിറ്റുമൻ്റെ വർദ്ധിച്ച വിലയുടെ പശ്ചാത്തലത്തിൽ കരാറുകാർക്ക് ആ വില കൂട്ടിക്കൊടുക്കാൻ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ? അതിന് വേണ്ടിയിട്ട് എന്താണ് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ആലോചന? ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ പശ്ചിമേഷ്യൻ യുദ്ധം വന്നതിന് അടിസ്ഥാനത്തിൽ ടാറിൻ്റെ വില കൂടിയിട്ടുണ്ട്. അതിപ്പം ഒരു ടണ്ണിന് ഞാൻ കഴിഞ്ഞ ദിവസം സഭയിൽ പറഞ്ഞിരുന്നു, ഒരു ടണ്ണ് 54,000 റുപ്യായിരുന്നു എഗ്രിമെൻ്റൊക്കെ വെച്ച സമയത്ത്. ഇപ്പോൾ 96,000 റുപ്യാണ് ഒരു ടണ്ണ് ടാറിന്. അതിൻ്റെ ഒരു പ്രയാസമുണ്ട്. പക്ഷേ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ ആ പ്രൈസ് ഡിഫറൻസിൻ്റെ കാര്യം പരിഗണിക്കുന്നുണ്ട്. ശ്രീ എം വിൻസെന്റ്. സർ, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ എസ്റ്റിമേറ്റുകൾ അവർ ഏറ്റെടുക്കുന്ന പ്രവൃത്തികളുടെ എസ്റ്റിമേറ്റുകൾ അവർ തന്നെയാണ് തയ്യാറാക്കുന്നതെന്നൊരു സംസാരം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നു. സാറേ, മറ്റു പ്രവൃത്തികളുടെ എസ്റ്റിമേറ്റും ഇവർ ഏറ്റെടുക്കുന്ന പ്രവൃത്തികളുടെ എസ്റ്റിമേറ്റും തമ്മിൽ വലിയ അന്തരമുണ്ടോ? അത് പരിശോധിക്കാൻ പ്രത്യേകമായ ഒരു അന്വേഷണം നടത്താൻ ഗവൺമെൻറ് തയ്യാറാവുമോ? സർ, അങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടില്ല. ഏതാനും ഇവിടെ മെമ്പർ സൂചിപ്പിച്ചതുപോലെ അക്കാര്യം ഉണ്ടെങ്കിൽ ഒന്ന് പരിശോധിക്കാം. ശ്രീ കെ വി സുമേഷ്. നിർമ്മാണ മേഖലയിൽ വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നതാണ് ഊരാളുങ്കൽ സൊസൈറ്റി. NHAയുടെ ഒരു റീച്ച് കാസർഗോഡ് സമയബന്ധിതമായി പൂർത്തീകരിച്ചതും കോഴിക്കോട് തൊണ്ടയാട് രാമനാട്ടുകര മേൽപ്പാലത്തിൻ്റെ നിർമ്മാണത്തിൽ 6 കോടി രൂപയോളം തിരികെ ഭാഗ്യവാൻ സർക്കാരിനെ ഏൽപ്പിച്ചതുമായിട്ടുള്ള ഈ മാതൃകാപരമായ കാര്യം വകുപ്പിൻ്റെ ശ്രദ്ധയിലുണ്ടോ എന്നാണ് സർ ചോദ്യം. ബഹുമാനപ്പെട്ട അംഗം, ആദ്യം NHAൻ്റെ വർക്ക് നന്നായി നടത്തി, അത് കേന്ദ്രത്തിനെ പ്രീണിപ്പിച്ചു. നമ്മളെ നാട്ടിലെ വർക്കൊന്നും ഭംഗിയായിട്ട് നടന്നില്ല. അതാണ് ഇപ്പോൾ അതിൻ്റെ ചെറിയ വിഷയം. പിന്നെ ആണെങ്കിൽ അവർ ആദ്യം നല്ല ക്വാളിറ്റി വർക്കായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരും ഊരാളുകളുടെ പിന്നാലെ പോയത്. വർക്കിനോട് കൂടി ഇപ്പോൾ അവരുടെ നിയന്ത്രണത്തിലല്ല കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും നാട്ടുകാർക്കും അറിയാം. ശ്രീ മുഹമ്മദ് ഷിയാസ്. സർ, എൻ്റെ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും വലിയൊരു ദുരിതമായിരുന്നു ചെല്ലാനം കടൽഭിത്തിയുടെ നിർമ്മാണം. ആ നിർമ്മാണ പ്രവർത്തനം നടത്തിയത് ഊരാളുങ്കൽ സൊസൈറ്റിയാണ്. 12 കിലോമീറ്റർ ചുറ്റളവിൽ നിർമ്മിക്കേണ്ട ആദ്യഘട്ടത്തിൽ നിർമ്മിച്ചു വന്നപ്പോൾ 7.2 കിലോമീറ്ററായി അത് മാറുകയുണ്ടായി. അതിൽ തന്നെ 650 മീറ്റർ ഈ പറയുന്ന ടെട്രോപോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഭാഗികമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കടൽ കയറുകയും ചെയ്യുകയാണ് ആ പ്രദേശത്ത്. അപ്പോൾ അതിനകത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഊരാളുങ്കൽ സൊസൈറ്റി അവർ തീരുമാനിക്കുന്ന എസ്റ്റിമേറ്റും അവർ തീരുമാനിക്കുന്ന നിർമ്മാണ കൂലിയുമാണ് സർക്കാർ നേരത്തെ കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്നുള്ള ഒരു ആക്ഷേപമുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുക. രണ്ടാമത്തെ റീച്ചിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സർക്കാർ നേരിട്ടൊരു ഗവൺമെൻറ് ഓർഡറിലൂടെ അവർക്ക് തന്നെയാണ് വർക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഗുണനിലവാരമില്ലാത്ത അല്ലെങ്കിൽ ആക്ഷേപമുണ്ടാകുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനം കൊടുക്കുമോ എന്നുള്ളത് അറിയാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട അംഗം സിയാസ്, അതിൻ്റെ വകുപ്പിലല്ല, ഇറിഗേഷനാണ്. ഏതാനും ബന്ധപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത് പെടുത്താം. ശ്രീ ബി ജോയ്.
സർ, ഈ ഊരാളുങ്കൽ സൊസൈറ്റിയെ സംബന്ധിച്ച് രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തും നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള ഒരു ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ്. അങ്ങയുടെ ശ്രദ്ധയിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ, കുറവ് വന്നതായിട്ട് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട ജോയി കോൺട്രാക്ട് അസോസിയേഷൻ്റെ പ്രസിഡന്റും ഭാരവാഹിയൊക്കെയാണ്. പക്ഷേ നമ്മൾ വന്നിട്ട് ഒരു 1.25 മാസമായിട്ടുള്ളൂ. ശ്രദ്ധയിൽ ഇപ്പോൾ പെട്ടിട്ടില്ല. ഇനിയുണ്ട്. ശ്രദ്ധയിൽപ്പെട്ടാൽ അപ്പോൾ ഞാൻ അറിയിക്കാം. ശ്രീ വി ടി ബൽറാം. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഒരുപാട് കാലമായി നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. പക്ഷേ നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ അവർക്ക് ഒരുപാട് വർക്കുകൾ കിട്ടുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ കഴിഞ്ഞ 10 വർഷമായിട്ട് സംജാതമായിട്ടുണ്ട്. നേരത്തെ ഒരു ഏജൻസിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന വർക്കുകളുടെ മൊത്തം ക്വാണ്ടിറ്റി അല്ലെങ്കിൽ മൊത്തം എമൗണ്ട് ഫിക്സഡ് ആയിരുന്നു. ഇപ്പോൾ അത് വലിയ രീതിയിൽ എക്സീഡ് ചെയ്യുന്ന തരത്തിൽ ഇതൊരു കുത്തകയായി മാറുന്ന തരത്തിലുള്ള അനുഭവം ഉണ്ട് എന്നുള്ളതാണ് പൊതുവെയുള്ള നിരീക്ഷണം. അതുകൊണ്ട് തന്നെ ഊരാളുങ്കൽ അടക്കമുള്ള ലേബർ കോൺട്രാക്ട് സൊസൈറ്റികൾക്ക് അറ്റ് എ ടൈം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന വർക്കുകളുടെ മൊത്തം തുക എത്രയാണ് എന്നുള്ളത് കൃത്യതയോടുകൂടി ഒന്നുകൂടി നിജപ്പെടുത്തുമോ, അത് എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ബന്ധപ്പെട്ട ക്രമീകരണം ഉണ്ടാകുമോ എന്നുള്ളതാണ് എൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യം. സാർ, ആദ്യം ഈ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കൊക്കെ വർക്ക് കൊടുക്കുമ്പോൾ ലിമിറ്റ് ഉണ്ടായിരുന്നു. 25 കോടി, 50 കോടി, 100 കോടിയാക്കി. 2001 പിന്നെ 200, 300 പിന്നെ 2020-22 ആയപ്പോൾ 500 കോടിയായി. ഇപ്പോൾ 22 ശേഷം അൺലിമിറ്റായി. എത്ര കോടി രൂപേൻ്റെ വർക്ക് എടുക്കാമെന്നുള്ള ഒരു ഇതിലേക്ക് അത് എത്തിയിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതൊന്ന് ഗൗരവമായി ഒന്ന് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് അതിനൊരു തീരുമാനമുണ്ടോ. ശ്രീ മമ്മിക്കുട്ടി. ഈ KSTPയുടെ നേതൃത്വത്തിലുള്ള റോഡ് പ്രവൃത്തികൾ നടക്കുന്നുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് PWD ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പൊതു അഭിപ്രായം എന്താണ്? നമ്മുടെ ജില്ലയിൽ പ്രധാനപ്പെട്ട KSTP റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങൾ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. PWD വകുപ്പിൻ്റെ ശ്രദ്ധയിൽ ഈ KSTP വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നിട്ടുണ്ടോ? ഈ ലോകബാങ്ക് പദ്ധതികളും ജർമ്മൻ ബാങ്കിൻ്റെ പദ്ധതികളാണ് നമ്മൾ KSTPയിൽ മെയിനായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളത്. അത് PWD അതിന് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. പക്ഷേ ബന്ധപ്പെട്ട അംഗം സൂചിപ്പിച്ചത് വ്യക്തമായി എനിക്ക് മനസ്സിലായില്ല. പക്ഷേ അംഗം ഉദ്ദേശിക്കുന്ന അംഗങ്ങളുടെ മണ്ഡലത്തിലെ KSTPയുടെ പ്രവൃത്തിയെ സംബന്ധിച്ചാണ് ആ കാര്യം നമുക്ക് പരിശോധിക്കും. ശ്രീ അബിൻ വർക്കി. സർ, ഊരാളുങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറ്റ് എ ടൈം എടുക്കാൻ പറ്റുന്ന വർക്കുകളുടെ എമൗണ്ടുമായി ബന്ധപ്പെട്ട് 2018 തന്നെ ഒരു CAG റിപ്പോർട്ട് ഉണ്ടായിരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഒരു ED അന്വേഷണവും ഊരാളുങ്ങളുമായി ബന്ധപ്പെട്ട് നടന്നതായി പത്രവാർത്തകൾ കണ്ടിട്ടുണ്ട്. ഈ അറ്റ് എ ടൈം കുറേയധികം വർക്കുകൾ ഹോൾഡ് ചെയ്ത ഒരു കമ്പനിയാണ് ഊരാളുങ്കൽ എന്ന് മൊത്തത്തിൽ പറയപ്പെടുന്നുണ്ട്. ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലത്തിനുള്ളിൽ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സർക്കാർ എത്ര രൂപയുടെ വർക്കുകൾ കൊടുത്തിട്ടുണ്ട് എന്നും അവരുടെ സബ്സിഡറി കമ്പനി, കാരണം ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തിയത് ഊരാളുങ്ങളുടെ സബ്സിഡറി കമ്പനിയായ ഇവൻറ്റ് മാനേജ്മെൻ്റ് ആണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അവരുടെ സബ്സിഡറി കമ്പനികൾ മുഖേനയും എത്ര കോടി രൂപയുടെ വർക്കുകൾ കൊടുത്തിട്ടുണ്ടെന്നും ഇതിൽ എത്ര കോടി രൂപയുടെ വർക്ക് ടെൻഡർ മുഖേന കൊടുത്തിട്ടുണ്ടെന്നും ടെൻഡർ ഇല്ലാതെ കൊടുത്തിട്ടുണ്ടെന്നുള്ളതും ഒന്ന് വ്യക്തമാക്കാം. ഈ ചോദ്യത്തിന് വിശദമായി ഒന്ന് മറുപടി പറയണമെങ്കിൽ അത് അടുത്ത് ബന്ധപ്പെട്ട അംഗത്തെ അറിയിക്കാം. പിന്നെ ഈ കോൺട്രാക്റ്റ് ഇല്ലാതെ ഇപ്പോൾ ULCCയിൽ നിലവിൽ നോൺ PMC കൺസൾട്ടൻസിയാണ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിനാൽ 1 കോടി രൂപ വരെയുള്ള വർക്ക് അവർക്ക് നോമിനിയായിട്ട് വർക്ക് അവാർഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു സംവിധാനം. മറ്റു കാര്യങ്ങൾ പിന്നീട്. ശ്രീ നജീബ് കാന്തപുരം. സർ, സാധാരണയായി നമ്മളൊരു കോൺട്രാക്ട് കമ്പനിക്ക് നൽകുന്ന എല്ലാ സൗകര്യങ്ങളും ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് കിട്ടുന്നു എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ പ്രീ ക്വാളിഫിക്കേഷൻ അടക്കമുള്ള ചില കാര്യങ്ങളിൽ നിബന്ധനകളിൽ ഇളവ് നൽകി ഊരാളുങ്കൽ സൊസൈറ്റിയെ അമിതമായി സർക്കാർ സഹായിച്ചതായി കരുതുന്നുണ്ടോ? ഈ പ്രീ ക്വാളിഫിക്കേഷനിൽ ഇളവ് വരുത്തിയിട്ടുണ്ട്. മറ്റുള്ള കരാറുകാർക്കുള്ള പ്രീ ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യും. പക്ഷേ അവർക്ക് ടെൻഡറിൽ പങ്കെടുക്കാൻ അവരെ ടെൻഡർ അംഗീകരിക്കില്ല. നേരെ മറിച്ച് ഇവർക്ക് നിബന്ധനയിൽ ഇളവ് നൽകിയതുകൊണ്ടാണ് ഊരാളുങ്കൽ സൊസൈറ്റിനെ കൺസിഡർ ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച കാര്യം ഒന്ന് പരിശോധിക്കണം. ശ്രീ KM അഭിജിത്ത്. സർ, ഊരാളുങ്കൽ ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ മണ്ഡലത്തിൽ ഇപ്പോൾ നാദാപുരത്ത് ഉൾപ്പെടെ ഒരുപാട് വർക്കുകൾ എടുക്കുകയാണ്. പക്ഷേ വർക്കുകളൊന്നും നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാ മേഖലയിലും ഉണ്ട്. അങ്ങയുടെ PWD മാത്രമല്ല,
ഇപ്പോൾ നാട്ടിലെ ഫെൻസിങ് ഉൾപ്പെടെ അവർ എടുക്കുകയും 10-17 കിലോമീറ്റർ ഏറ്റെടുത്ത് അങ്ങനെ നിൽക്കുകയാണ്, നിശ്ചലമായി നിൽക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഈ കാലതാമസം കൊണ്ട് വലിയ നഷ്ടം കേരളത്തിൻ്റെ ഖജനാവിനടക്കം ഉണ്ടാകുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ സംസ്ഥാനത്തിന് സംഭവിക്കുന്ന നഷ്ടം ഇവരിൽ നിന്ന് ഈടാക്കാനുള്ള നടപടി സ്വീകരിക്കുമോ? അതോടൊപ്പം ഇവർക്ക് വഴിവിട്ട രീതിയിൽ ഏതെങ്കിലും വർക്കുകൾ കൊടുക്കുന്ന അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഈ കാലതാമസം കാര്യങ്ങളൊക്കെ ഒരു സംവിധാനം ഉണ്ടല്ലോ, ഒരു എഗ്രിമെൻ്റിൻ്റെ ഭാഗമായിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള നിയമ നടപടികൾ സ്വീകരിക്കാം. വൈവിട്ട് വർക്കുകൾ കൊടുത്തത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടില്ല. എന്നിരുന്നാലും ഇവിടെ വന്ന ചോദ്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും വർക്ക് നോമിനിയായിട്ടോ അല്ലെങ്കിൽ വൈവിട്ട് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. സാർ, ധാരാളം ഉപചോദ്യങ്ങളുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകണം. 16 മിനിറ്റ് കഴിഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 2, ശ്രീ സജീവ് ജോസഫ്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. സർ, മുൻ സർക്കാരിൻ്റെ കാലത്ത് +1 സീറ്റുകളുടെ അലോട്ട്മെൻറ്റിൽ ജില്ലാതലത്തിലുണ്ടായിരുന്ന അസന്തുലിതാവസ്ഥ പരിശോധിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ ജില്ല അടിസ്ഥാനമാക്കി സീറ്റിൻ്റെ ആവശ്യകത പരിശോധിക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. സംസ്ഥാന തലത്തിൽ 10ാം തരം പാസ്സായ എല്ലാ കുട്ടികൾക്കും പര്യാപ്തമായ സീറ്റുകൾ +1 തലത്തിൽ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിൽ ലഭ്യമല്ല. ഒരു കുട്ടിക്ക് സ്വന്തം ജില്ലയിലെ സ്കൂളുകളോ അല്ലെങ്കിൽ സമീപ ജില്ലകളിലെ സ്കൂളുകളോ തിരഞ്ഞെടുക്കാൻ സാധിക്കും വിധമാണ് ഏകജാലക പ്രവേശന സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ഒരു ജില്ലയിലേക്ക് ഒരു അപേക്ഷ എന്ന വിധത്തിലാണ് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടത്. കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് കോഴ്സുകളും സ്കൂളുകളും തിരഞ്ഞെടുക്കാൻ സാധിക്കും. കുട്ടി താമസിക്കുന്ന ജില്ല, താലൂക്ക്, പഞ്ചായത്ത്, SSLC പഠനം പൂർത്തീകരിച്ച സ്കൂൾ, സ്റ്റേറ്റ് സിലബസ്, ലിറ്റിൽ കൈറ്റ് സർട്ടിഫിക്കറ്റ്, സ്റ്റുഡൻസ് പോലീസ് സർട്ടിഫിക്കറ്റ്, സ്കൗട്ട് ആൻഡ് ഗൈഡ് സർട്ടിഫിക്കറ്റ്, NCC സർട്ടിഫിക്കറ്റ്, ജവാന്മാരുടെ മക്കൾ എന്നീ വിഭാഗങ്ങൾക്ക് ബോണസ് പോയിൻ്റ് നൽകിയാണ് റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത്. റാങ്ക് പട്ടികയിൽ ഉയർന്ന WGPA വെയ്റ്റഡ് ഗ്രേഡ് പോയിൻ്റ് ആവറേജ് പരിശോധിച്ചാണ് അലോട്ട്മെൻറ്റുകൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ് എന്നീ ജില്ലകളിൽ +1 അധിക ബാച്ചുകളിലൂടെ അധിക സീറ്റുകൾ ആവശ്യമായി വരുമെന്ന് കണക്കാക്കിയിട്ടുണ്ട്. ഈ വർഷത്തെ പ്രവേശന നടപടികൾ പൂർത്തീകരിച്ച ശേഷം ഏകജാലക സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. എന്നാൽ ജില്ലാ തലത്തിലും താലൂക്ക് തലത്തിലും സീറ്റിൻ്റെ ലഭ്യത പരിശോധിക്കുമ്പോൾ മലബാർ മേഖലയിലെ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ സീറ്റുകളുടെ അപര്യാപ്തത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആയത് പരിഹരിക്കാനാവശ്യമായി പ്രസ്തുത ജില്ലകളിൽ ഈ അധ്യയന വർഷം തന്നെ ആവശ്യത്തിന് അധിക ബാച്ചുകൾ അനുവദിക്കുന്ന വിഷയം സർക്കാരിൻ്റെ പരിഗണനയിലാണ്. അവസാനത്തെ മുഖ്യ അലോട്ട്മെൻറ്റിന് ശേഷവും ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റുകളിലേക്ക് അലോട്ട്മെൻറ്റ് നടത്തുന്നതിന് പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇതുവരെ അപേക്ഷിക്കാത്തവരിൽ നിന്നും അപേക്ഷ സ്വീകരിച്ച് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ നടത്തിയാണ് ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റുകളിലേക്ക് പ്രവേശന നടപടികൾ പൂർത്തീകരിക്കുന്നത്. തുടർന്നും സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന പക്ഷം സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നതിനുള്ള ക്രമീകരണവും ഒരുക്കിയിട്ടുണ്ട്. ശ്രീ സജീവ് ജോസഫ്. സർ, ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ +2 അഡ്മിഷൻ സംബന്ധിച്ച് നിലനിന്നിരുന്ന അപാകതകൾ പരിഹരിച്ച് കുട്ടികൾക്ക് പഠന സാഹചര്യം ഒരുക്കുമെന്ന അങ്ങയുടെ അറിയിപ്പ് തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടെ അത് സ്വാഗതം ചെയ്യാണ് സർ. സർ, ഈ മലബാർ ജില്ലകളിൽ പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ സീറ്റുകളുടെ എണ്ണം അതുപോലെ തന്നെ സ്കൂളുകളുടെ എണ്ണം വളരെ കുറവാണ്. ഈ ജില്ലകളിൽ തന്നെ ചില പ്രദേശങ്ങൾ തമ്മിലുള്ള ഡിസ്പാരിറ്റിയും വളരെ കൂടുതലാണ് സർ. കൂടുതൽ സ്കൂളുകൾ ടൗൺ പ്രദേശത്തായതുകൊണ്ട് അവിടേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി മലയോര മേഖലയിൽ നിന്ന്, പ്രത്യേകിച്ച് ഉൾഗ്രാമങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് സാധിക്കുന്നില്ല. കാരണം യാത്രാ ബുദ്ധിമുട്ടാണ് സർ. സർ, ഇക്കാരണത്തിൽ സ്കൂളുകളിലേക്കും മറ്റ് കോഴ്സുകളിലേക്കും കുട്ടികൾ പോകാൻ വേണ്ടി നിർബന്ധിതരാകുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ മലയോര മേഖലയ്ക്കും അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിലും കുട്ടികൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കേണ്ടിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ഈ പുതിയ ബാച്ചുകൾ കൂടാതെ പുതിയ സ്കൂളുകൾ കൂടി അനുവദിക്കാനുള്ള നടപടി സ്വീകരിക്കുമോ? മന്ത്രി. സർ, അതാണ് ഇവിടെ വിശദീകരിച്ചത്. ചില പ്രദേശങ്ങളിൽ, ചില ജില്ലകളിൽ
ആവശ്യത്തിന് താല്പര്യത്തിന് അനുസൃതമായി കുട്ടികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ കഴിയുന്നില്ല. സംസ്ഥാന തലത്തിൽ പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ സീറ്റുകൾ ചില ജില്ലകളിൽ ചില പ്രദേശങ്ങളിലും ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് താൻ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് അൺഎയ്ഡഡ് മേഖലയിലുള്ള സീറ്റുകളാണ് മഹാഭൂരിപക്ഷം ഒഴിഞ്ഞു കിടക്കുന്നത്. ഞാനിവിടെ എൻ്റെ മറുപടിയുടെ ആദ്യത്തിൽ പറഞ്ഞ പോലെ തന്നെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ സീറ്റുകളുടെ അപര്യാപ്തത കൃത്യമായി സംസ്ഥാന തലത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഈ മലയോര പിന്നോക്ക മേഖലകളിലൊക്കെ അവർക്ക് ആവശ്യത്തിന് സീറ്റ് ഉണ്ടാക്കാനുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കും. ഗവൺമെൻറ് ലക്ഷ്യം വെക്കുന്നത്, ഡിപ്പാർട്ട്മെൻറ്റ് ലക്ഷ്യം വെക്കുന്നത് ഒരു വിദ്യാഭ്യാസ ജില്ലയിൽ നിന്ന് SSLC പാസ്സാകുന്ന കുട്ടികൾക്ക് അതേ വിദ്യാഭ്യാസ ജില്ലയിൽ ആവശ്യത്തിന് സീറ്റ് ഉണ്ടാകണം എന്നുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. അത് കുറച്ച് ഈ വർഷം തന്നെ അങ്ങനെ എത്താൻ കഴിയില്ല. കുറച്ച് സമയമെടുത്ത് ആ ഒരു ലക്ഷ്യം പൂർത്തീകരിച്ചാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, മുൻപ് കോഴ്സുകൾ അനുവദിച്ച കാലഘട്ടത്തിലെ പഠന സാഹചര്യമോ കാഴ്ചപ്പാടോ അല്ല ഇന്നുള്ളത്. അപ്പോൾ അതനുസരിച്ചുള്ളൊരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്, കുട്ടികളുടെ പഠന താല്പര്യത്തിലുണ്ടായിട്ടുണ്ട്. സർ, ഇത് പരിശോധിക്കുകയും കുട്ടികളുടെ താല്പര്യം കൂടി മുൻനിർത്തിക്കൊണ്ട് എല്ലാ മേഖലയിലും അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള ഈ ബാച്ചുകളെ സംബന്ധിച്ചും സബ്ജക്റ്റുകളെ സംബന്ധിച്ചും ഒരു പുനഃക്രമീകരണം ആലോചിക്കുമോ? യെസ് മന്ത്രി. ബാച്ചുകളിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് നമ്മുടെ സിലബസ് പരിഷ്കരണം നടന്നത്. കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കാനുള്ള സംവിധാനം ഇപ്പോഴത്തെ ഓൺലൈൻ അലോട്ട്മെൻറ്റിൽ തന്നെ ഉണ്ട്. ഇനിയും ആ രംഗത്ത് വല്ല ഭേദഗതികളും ആവശ്യമാണെങ്കിൽ പുതിയ കാലത്തിനനുസൃതമായ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തണമെങ്കിൽ നമുക്കത് ആലോചിക്കാവുന്നതാണ്. ശ്രീ കെ ജയന്ത്. സർ, കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ +2 പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ പ്രശ്നം പരിഹരിക്കുവാൻ ഈ സർക്കാർ മുന്നോട്ട് വന്നു എന്നുള്ളത് മന്ത്രിയുടെ മറുപടിയിൽ കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് വലിയ സംഘർഷമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഒന്ന്, ഹയർ സെക്കൻഡറി മേഖലയിൽ +2 ഇല്ലാത്ത ഒരുപാട് ഇടങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഗ്രാമീണ പ്രദേശങ്ങൾ ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിൽ. അവിടെ സീറ്റ് അനുവദിക്കുവാനും അതോടൊപ്പം +2 സീറ്റ് അനുവദിക്കുവാനും അതോടൊപ്പം ഇതിലുള്ള ഡിസ്പാരിറ്റി ഉണ്ട്. യഥാർത്ഥത്തിൽ ചിലയിടങ്ങളിൽ വളരെ കുറച്ച് കുട്ടികൾ പഠിക്കുക, ചിലയിടങ്ങളിൽ ഒരുപാട് കുട്ടികൾ പഠിക്കുക. അപ്പോൾ ഇതിനൊരു സമഗ്രമായ, ഇനി ഒരിക്കലും ഒരു പ്രവേശന കാലത്ത് ഇതുപോലുള്ള സങ്കടകരമായ സാഹചര്യം ഉണ്ടാക്കാത്ത രീതിയിൽ ഒരു വളരെ കൃത്യമായൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുമോ എന്നാണ് അറിയേണ്ടത്. മന്ത്രി. സർ, ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. കാരണം ഇന്നത്തെ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് 12ാം ക്ലാസ് വരെയാണ്. അപ്പോൾ സാർവത്രികവും സൗജന്യവുമായ വിദ്യാഭ്യാസം കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പക്ഷേ 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്ക് പഠിക്കാൻ കഴിയാത്ത സ്ഥിതി വരികയാണ്. അപ്പോൾ ശരിക്കും അതൊരു വിദ്യാഭ്യാസ അവകാശത്തിൻ്റെ നിഷേധം കൂടിയാവുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ വിധത്തിൽ ഇത് പുനഃക്രമീകരിക്കുക എന്നുള്ളത് കുറച്ചുകൂടി ശ്രമകരമായ പണിയാണ്. ഒരൊറ്റ വർഷം കൊണ്ടത് പൂർത്തിയാകില്ലെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വിദ്യാഭ്യാസ ജില്ലാടിസ്ഥാനത്തിൽ പാസ്സാകുന്ന മുഴുവൻ കുട്ടികൾക്കും അവരുടെ അഭിരുചിക്കനുസരിച്ച് കോഴ്സുകൾ കിട്ടാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഈ ഒരു 2-3 വർഷം കൊണ്ട് നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും. ശ്രീ VS ജോയ്. സർ, മലബാറിൽ പൊതുവെയും മലപ്പുറത്ത് പ്രത്യേകിച്ചും +1 സീറ്റുകളുടെ അപര്യാപ്തത അതിരൂക്ഷമാണ്. മുൻകാലങ്ങളിൽ പുതിയ ബാച്ചുകൾ അനുവദിക്കുന്നതിന് പകരം മാർജിനൽ ഇൻക്രീസിങ് 20%, 30% സീറ്റുകൾ വർദ്ധിപ്പിച്ചതുകൊണ്ട് ഓരോ ക്ലാസ്സിലും 60-65 കുട്ടികൾ ഞെങ്ങിയും ഞെരുങ്ങിയും തിങ്ങിയും ഇരുന്ന് പഠിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ്. അധ്യാപകർക്ക് കുട്ടികളെ ശ്രദ്ധിക്കാൻ കഴിയാത്ത ഒരു പ്രയാസമുണ്ട്. അത് ഗുണനിലവാരത്തെയും ഗുണമേന്മയും കാര്യമായി ബാധിക്കുന്നൊരു വിഷയമാണ്. അതുകൊണ്ട് മാർജിനൽ ഇൻക്രീസിങ് പൂർണ്ണമായും കുറച്ചൊരു 50ആയി വിദ്യാർത്ഥികളുടെ എണ്ണം ക്ലാസ്സിൽ നിജപ്പെടുത്താൻ കഴിയുമോ? അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനമുണ്ടോ? ബഹുമാനപ്പെട്ട മന്ത്രി. സർ, ഈ പറഞ്ഞത് ബഹുമാനപ്പെട്ട അംഗം ജോയി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. കാരണം ഇപ്പം നമ്മൾ മാർജിനൽ ഇൻക്രീസ് കൊടുത്ത് ഒരു സർക്കാർ സ്കൂളിൽ +1 ക്ലാസ്സിൽ 65 കുട്ടികളാണ്. സത്യത്തിലൊരു അധ്യാപകന് ഒരു ക്ലാസ്സിൽ കൺട്രോൾ ചെയ്യാവുന്നത് 1:40, അത് തന്നെ മാക്സിമമാണ്. എന്നാൽ +1 കാര്യത്തിൽ അത് 1:50 ആയിരുന്നു. നമ്മൾ എളുപ്പത്തിന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചെയ്തു വരുന്നത് കൂടുതൽ സീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്, കൂടുതൽ കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ 1:65 ആണ് സർക്കാർ സ്കൂളിൽ, 1:60 ആണ് എയ്ഡഡ് സ്കൂളുകളിൽ. അപ്പോൾ അത് കുറച്ച് കൊണ്ടുവരണം. സത്യത്തിൽ ഞാൻ ഈ പറഞ്ഞ ലക്ഷ്യത്തിലേക്ക്, നേരത്തെ സൂചിപ്പിച്ച ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ 1:50 എന്ന ഒരു മാനദണ്ഡം നമുക്ക്
കീപ്പ് ചെയ്ത് നിലനിർത്തി പോകാൻ സാധിക്കും. ശ്രീ കെ പി നൗഷാദ് അലി. സർ, കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഒട്ടുമിക്ക ക്യാമ്പസുകളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന കുട്ടികൾ മലയാളം ഇതര ആംഗലേയ ഭാഷ ഉൾപ്പെടെയുള്ളവയിൽ വലിയ പരിമിതികൾ നേരിടുന്നവരാണ്. LLM-ഉം PhD ഒക്കെ നേടിയ ആളുകൾ പോലും പ്രയാസപ്പെടുന്ന കാഴ്ചകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ചില ഭാഷാ പരിജ്ഞാനം നമ്മുടെ സിലബസുകളിൽ നിന്നൊക്കെ ഒരല്പം അകന്നു പോയതിൻ്റെ കൂടെ ദോഷമാണോ എന്നറിയില്ല. പൊതുവിദ്യാഭ്യാസ സൂചികയിൽ കേരളത്തെക്കാൾ വളരെ പുറകിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ബിരുദധാരികളൊക്കെ വളരെ മനോഹരമായിട്ട് അവരുടെ മാതൃഭാഷ ഇതര ഭാഷകളിലൊക്കെ സ്വാധീനമുള്ളവരാകുമ്പോൾ നമ്മുടെ കുട്ടികൾ അതിലൊരു അപകർഷതാബോധം പൂണ്ട് പിറകിൽ നിൽക്കുന്നൊരു കാഴ്ച നമ്മുടെ മുന്നിലുണ്ട്. +1 തൊട്ട് നമ്മുടെ കുട്ടികൾക്ക് ഒരാഴ്ചയിൽ ഒരു 2 മണിക്കൂർ വീതമെങ്കിലും ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ഒരു പരിജ്ഞാനവും സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റും ഒക്കെ ആയിട്ട് ഉൾപ്പെടുത്തി ഒരു അഡീഷണലായ ഒരു സഹായക സംവിധാനം തുടങ്ങാൻ പറ്റുമോ എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട മന്ത്രി. ഇതൊരു നല്ല നിർദ്ദേശമാണ്. നമ്മുടെ കുട്ടികൾ പലപ്പോഴും ഈ ഇംഗ്ലീഷിലുള്ള പരിജ്ഞാനത്തിൻ്റെയും നൈപുണ്യത്തിൻ്റെയൊക്കെ ഒരു കുറവ് പ്രകടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ പല സ്കൂളുകളിലും വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലും അത്തരം ഇതിനു മുമ്പ് ചില നടപടികൾ ഉണ്ടായിട്ടുണ്ട്. ഏതായിരുന്നാലും അദ്ദേഹം പറഞ്ഞ ഈ നിർദ്ദേശം നമുക്ക് മൊത്തത്തിൽ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ഭാഷയുടെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി ഇത്തരം പദ്ധതികൾ നമുക്ക് ആവിഷ്കരിക്കാവുന്നതാണ്. ശ്രീ എം വിജിൽ. സർ, ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി ഈ +1 സീറ്റുകളുടെ പുനഃക്രമീകരണത്തെക്കുറിച്ച് പറഞ്ഞു. സർ, പലപ്പോഴും നമ്മൾ കാണുന്നത് ഈ പല സ്കൂളുകളും നേരത്തെ ശാസ്ത്രീയമായ പഠനം നടത്താതെയുള്ള ബാച്ചുകളിലൊക്കെ ഭാഗമായി പല സ്കൂളുകളിലും കുട്ടികൾ കുറവായി ബാച്ചുകൾ നഷ്ടപ്പെടുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ അതൊരു പുനഃക്രമീകരണം വരുമ്പോൾ ശാസ്ത്രീയമായ ഒരു പഠനം നടത്തിയുള്ള ക്രമീകരണത്തിന് തയ്യാറാവുമോ? ബഹുമാനപ്പെട്ട മന്ത്രി. അല്ല, ഇതിൽ പഠനം നടത്തിയ ഒരു റിപ്പോർട്ട് തന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ മുമ്പാകെ ഉണ്ടായിരുന്നു, കാർത്തികേയൻ കമ്മിറ്റി റിപ്പോർട്ട്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കഴിഞ്ഞ ഗവൺമെൻറ് ആ റിപ്പോർട്ടിൽ ഒരു നടപടിയും സ്വീകരിച്ചില്ല. കഴിഞ്ഞ സർക്കാർ തന്നെ വെച്ച ഒരു കമ്മിറ്റിയായിരുന്നു കാർത്തികേയൻ കമ്മിറ്റി. അതിൽ കൃത്യമായിട്ട് പുനഃക്രമീകരണത്തെക്കുറിച്ചും അഡീഷണൽ ബാച്ചുകൾ അനുവദിക്കേണ്ട മേഖലകളെക്കുറിച്ചും വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും അദ്ദേഹം പറഞ്ഞ ആശങ്ക പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാവും. ശ്രീ ആബിദ് ഹുസൈൻ തങ്ങൾ. അഡീഷണൽ ബാച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ 1:40 ബന്ധപ്പെട്ടുകൊണ്ടും PS ജോയിയുടെ ചോദ്യത്തിന് അങ്ങ് ഉത്തരം പറഞ്ഞു. അതിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് പോകുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു മേഖലയാണ് +1 +2 സീറ്റ് എന്നുള്ളത്. അതിൽ കുട്ടികൾക്ക് ഈ ക്വാളിറ്റിയും അതിൻ്റെ ഗുണനിലവാരവും കുറയുന്നത് ഏകദേശം 60-65 കുട്ടികൾ ക്ലാസ്സിൽ ഇരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഈ കണക്കെടുക്കുമ്പോൾ 1:40 അല്ലെങ്കിൽ 1:50 കഴിഞ്ഞ് ബാക്കിയുള്ള കുട്ടികളെ കൂടി കണക്കിലെടുത്ത് ഈ +1 ബാച്ച് അപേക്ഷിക്കുന്നിടത്തുള്ള പരിഗണന നൽകാൻ കഴിയുമോ, അതിനാവശ്യമായൊരു നടപടിയുമായി മുന്നോട്ട് പോയി ഗുണനിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിയുമോ ബഹുമാനപ്പെട്ട മന്ത്രി. അല്ല, അതിൽ ഈ 1:65 ഇപ്പോൾ ഉള്ളത് അത് നമുക്ക് മാനദണ്ഡമായി സ്വീകരിക്കാൻ കഴിയില്ല. അതൊരു അടിയന്തര സാഹചര്യം മറികടക്കുന്നതിന് വേണ്ടി കുറേ കുട്ടികൾ പുറത്തായി പോകുന്നു, അവർക്ക് സീറ്റില്ല എന്നതുകൊണ്ടാണ് എടുത്ത ഒരു താൽക്കാലിക മെഷർ മാത്രമാണ്. തൽക്കാലം നിലവിലെല്ലാ ഭൗതിക സാഹചര്യവും ഉള്ളിടത്ത് കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യുക. പെട്ടെന്ന് ഭൗതിക സാഹചര്യങ്ങളെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ട് സീറ്റ് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഒരു രീതി സ്വീകരിച്ച് വന്നിട്ടുള്ളത്. പക്ഷെ അതൊരിക്കലും ഒരു മാനദണ്ഡമാക്കാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പം നിലവിൽ +1-ന് 1:50 ആണ്. ആ അനുപാതത്തിൽ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ശ്രീ ടി വി സൂരജ്. സർ, +1 സീറ്റുകളുടെ അപര്യാപ്തത മൂലം വലിയ സമരങ്ങൾ നടന്ന ജില്ലയാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കോഴിക്കോട്. ആ സമയത്ത് ആ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി സീറ്റ് വർധനമാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. അത് അഡീഷണൽ ബാച്ചുകൾ വർദ്ധിപ്പിക്കാനുള്ള ഏതെങ്കിലും നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടോ? സംസ്ഥാനത്ത് എവിടെയെങ്കിലും ബാച്ചുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടോ? ബഹുമാനപ്പെട്ട മന്ത്രി. അല്ല, ഇതിവിടെ വിശദീകരിച്ചാണ്. ബാച്ചുകൾ സംസ്ഥാനത്ത് എവിടെയും അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നില്ല. പക്ഷേ കുട്ടികളുടെ കുറവുള്ള ബാച്ചുകൾ പല ജില്ലകളിലുമുണ്ട്. അത് കഴിഞ്ഞ വർഷങ്ങളിൽ ചിലത് പുനഃക്രമീകരിച്ച് മറ്റ് ജില്ലകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എയ്ഡഡ് സ്കൂളുകളിലേക്ക് അത്തരം ബാച്ചുകളിൽ അങ്ങനൊരു കാതലായ മാറ്റം വരുത്തിയിട്ടില്ല. ഏതായിരുന്നാലും ഇത്തവണ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഗണ്യമായ കുറവുള്ളിടത്ത് താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുന്നതിനെ കുറിച്ചാണ് ഗവൺമെൻറ് ആലോചിക്കുന്നത്.
ഇത് ശാശ്വതമായി പരിഹരിക്കുന്നതിന് ചില ഹോംവർക്കുകൾ ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള സമയം ഇക്കൊല്ലം ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഗവൺമെൻറ് വന്നിട്ട് പിന്നെ വന്നതും +1 പ്രവേശന നടപടികൾ ആരംഭിച്ചതൊക്കെ ദിവസങ്ങളുടെ വ്യത്യാസത്തിനാണ്. അപ്പോൾ ഇത്തവണ അതിൻ്റെ ഹോംവർക്ക് ചെയ്യാനുള്ള സമയത്തിൻ്റെ കുറവുണ്ട്. എന്നിരുന്നാലും വലിയ രൂക്ഷതയുള്ള ജില്ലകളിൽ അഡീഷണൽ ബാച്ചുകൾ അനുവദിക്കുന്നതിനെ കുറിച്ചാണ് ഗവൺമെൻറ് ആലോചിക്കുന്നത്. ശ്രീ TP അഷ്റഫ്. +1 പ്രവേശനത്തിന് ഇന്ന് മുതൽ നമ്മുടെ സംസ്ഥാനത്ത് തുടക്കമായിരിക്കുകയാണ്. 25,082 കുട്ടികളുടെ സീറ്റുകളുടെ കുറവുണ്ട് എന്നാണ് ഇന്ന് മലപ്പുറത്തെ ഒരു പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനിയും വൈകിപ്പിക്കാതെ സർക്കാർ എടുക്കുന്ന നടപടി എത്രയും വേഗത്തിലാക്കുമോ, അതുപോലെ തന്നെ കാർത്തികേയൻ കമ്മീഷൻ റിപ്പോർട്ട് ഉൾപ്പെടെ സർക്കാരിന് മുമ്പിലെ റിപ്പോർട്ടുകൾ പൂർണ്ണമായും നടപ്പിലാക്കി +1 +2 മേഖലയിൽ സമഗ്രമായ പരിഷ്കരണത്തിന് സർക്കാർ തയ്യാറാകുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചത് വളരെ കൃത്യമാണ്. ഏറ്റവും രൂക്ഷമായ ക്ഷാമമുള്ള സീറ്റുകളുടെ കുറവുള്ള ജില്ല മലപ്പുറമാണ്. അത് കഴിഞ്ഞ വർഷങ്ങളിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഞാൻ പറഞ്ഞു പൂർണ്ണമായൊരു പരിഹാരത്തിന് ഈ വർഷം സാധ്യമല്ലെങ്കിലും അഡീഷണൽ താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചുകൊണ്ട് തൽക്കാലം ഈ വർഷത്തെ പ്രതിസന്ധി പരിഹരിക്കാനും എന്നാൽ അടുത്ത വർഷം മുതൽ കൃത്യമായ ഒരു പുനഃക്രമീകരണത്തിലൂടെയും പുതിയ സ്കൂളുകൾ സ്ഥിരമായി അനുവദിച്ചും ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ശ്രീ ഫൈസൽ ബാബു. നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ CV ശാന്തകുമാർ. സംസ്ഥാനത്ത് +2 സീറ്റുകൾ വർധന ആനുപാതികം വരുമ്പോൾ SC/ST വിദ്യാർത്ഥികൾക്ക് ആനുപാതികമായ സീറ്റ് വർദ്ധിപ്പിക്കാൻ ഗവൺമെൻറ് നടപടികൾ സ്വീകരിക്കുമെന്നറിഞ്ഞാൽ കൊള്ളാം. പല സീറ്റുകളിലും ദൂരെ പോയി പഠിക്കേണ്ട കുട്ടികളുണ്ട്. അവർക്ക് ട്രാവലിംഗ്, ഹോസ്റ്റൽ ഫെസിലിറ്റി വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ് സാർ നിലനിൽക്കുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി. അതിലിപ്പോൾ നമുക്കറിയാലോ ഈ കാര്യത്തിൽ നിലവിലൊരു സംവരണ സംവിധാനമുണ്ട്. അതിനപ്പുറത്തേക്കുള്ളൊരു സംഗതിയെക്കുറിച്ച് ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. എന്നിരുന്നാൽ അങ്ങനെ ഉള്ള ചില പ്രയാസങ്ങൾ പറയുമ്പോൾ എല്ലാ ഗവൺമെൻറ്റുകളുടെ കാലത്തും ചില സ്പെഷ്യൽ ഓർഡറുകളൊക്കെ ചില കുട്ടികളുടെ കേസിൽ കൊടുക്കാറുണ്ട്. പക്ഷേ ഇപ്പം നിലവിൽ ഇതിനൊരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിൽ കൃത്യമായ ഒരു നിശ്ചിത ശതമാനം സംവരണമുണ്ട്. ആ സംവരണം കൃത്യമായി പാലിച്ച് പോകുന്നുണ്ട്. ശ്രീ TV ഇബ്രാഹിം. സർ, മന്ത്രിയെ അഭിനന്ദിക്കുകയാണ് സർ. വളരെ ആശ്വാസകരമായ മറുപടിയാണ് മന്ത്രി നൽകിക്കൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായിട്ടും അഭിനന്ദിക്കേണ്ടി വരുന്നത് ഈ സീറ്റുകൾ കൂടി ബാച്ചുകൾ കൂടി അനുവദിക്കുമ്പോഴാണ്. അപ്പോൾ അതിനുള്ള നടപടി ഗവൺമെൻറ് എടുക്കുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും അഭിനന്ദനാർഹമായ കാര്യമെന്ന് പറയുന്നത്. ഈ സീറ്റുകളുടെ കാര്യത്തിൽ കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മന്ത്രി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ 1:40, 1:65 എന്ന് പറയുന്നത് KR പ്രകാരം സ്കൂളിലാണ് 1:40 എന്ന് പറയുന്നത്. അതേസമയം ഹയർ സെക്കൻഡറിയുടെ സ്പെഷ്യൽ റൂൾ പ്രകാരം ഒരു ബാച്ചിന് 50 കുട്ടികൾ എന്നുള്ളതാണ്. 2015 ഒരു കോടതി ഓർഡർ തന്നെ 50 കുട്ടികളധികം ഒരു ക്ലാസ് റൂമിൽ ഇരുത്താൻ പാടില്ലെന്നും അത് കുത്തിനിറച്ച ഒറ്റ കാര്യം പറയട്ടെ സാർ, ഈ കുത്തിനിറച്ച ക്ലാസ് റൂമുകൾ കൊണ്ടാണ് ഈ റിസൾട്ടും ക്വാളിറ്റിയും കുറഞ്ഞു പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യം മലപ്പുറം ജില്ലയിൽ ഓരോ വർഷവും ഇതിൻ്റെ വിജയശതമാനം ഹയർ സെക്കൻഡറിക്ക് കുറഞ്ഞുകൊണ്ടുവരികയാണ്. ഇതിനാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഇപ്പോൾ മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് മലപ്പുറം ജില്ലയിലും മലബാറിലൊക്കെ ഇത് വളരെ ആശ്വാസകരമാകും. പക്ഷേ അതിന് കൂടെ ഈ കാർത്തികേയൻ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് വിദ്യാഭ്യാസ ജില്ല മാനദണ്ഡമാക്കി പറയുന്നതല്ല, മറിച്ച് ഇത് താലൂക്ക് അടിസ്ഥാനത്തിലാക്കുന്നതല്ലേ കൂടുതൽ അനുയോജ്യം. ബഹുമാനപ്പെട്ട മന്ത്രി. ബഹുമാനപ്പെട്ട അംഗം ഇവിടെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം തന്നെയാണ് പറഞ്ഞത്. കാർത്തികേയൻ കമ്മിറ്റിയിൽ വിദ്യാഭ്യാസ ജില്ല എന്നത് താലൂക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു താലൂക്കും വിദ്യാഭ്യാസ ജില്ലയും ഏകദേശം ഒരുപോലെ ഒരേ ഭൂവിസ്തൃതിയും ചുറ്റുപാടൊക്കെയാണ് വരിക. വലിയ വ്യത്യാസം ഉണ്ടാവില്ല. ഏതായിരുന്നാലും അത് പരിശോധിക്കാം. ഏറ്റവും കുറഞ്ഞ യൂണിറ്റ് ഏതാണോ അത് എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നീട് ഇവിടെ പറഞ്ഞത് ഈ 65-ൻ്റെയും 50-യുടെയും കാര്യമാണ്. അത് നമ്മളും സമ്മതിക്കുന്ന സംഗതിയാണ്. 65-ലാകുമ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാര തകർച്ച വരുന്നു. ഒരു അധ്യാപകന് കുട്ടികളെ നോക്കുന്നതിനുള്ള എണ്ണത്തിൻ്റെ ഒരു ലിമിറ്റുണ്ട്. അപ്പോൾ അത് 50 എന്നത് തന്നെ മാനദണ്ഡമാക്കി ഒരു യൂണിറ്റായി പോകണം എന്നുള്ളത് തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ശ്രീ സജി ചെറിയാൻ. കുട്ടികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സയൻസ്, കമ്പ്യൂട്ടർ കോഴ്സുകളാണ്. നമ്മുടെ പല സ്കൂളുകളിലും നല്ല അടിസ്ഥാന സൗകര്യവും മറ്റ് സംവിധാനങ്ങളും ഇപ്പോൾ ഉണ്ട്. സർക്കാർ സ്കൂളുകളിൽ അത്തരത്തിലുള്ള അഡീഷണലായിട്ട് ഈ സയൻസ്, കമ്പ്യൂട്ടർ കോഴ്സുകൾ അനുവദിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കും?
അല്ല, അതാണല്ലോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സീറ്റുകളുടെ ലഭ്യത കുറവുള്ള പ്രദേശങ്ങളിൽ പുതിയ ബാച്ചുകൾ ഇപ്പോൾ സർക്കാരിന് മുമ്പിൽ സമയം കുറവായതുകൊണ്ട് താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കാനും വരും വർഷങ്ങളിൽ ഇത് സ്ഥിരമായി പരിഹരിക്കുന്നതിനുള്ള പെർമനൻ്റ് ബാച്ചുകൾ നൽകുന്നതിനെ കുറിച്ചുമാണ്. എന്നാൽ ഇവിടെ ഈ സയൻസ് ബാച്ചുകളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അത് ചില സബ്ജക്റ്റ് കോമ്പിനേഷനുകൾ നമുക്ക് മാറ്റം വരുത്താവുന്നതാണ്. ചിലയിടത്ത് നമ്മൾ കൊടുത്ത സബ്ജക്റ്റിൽ കുട്ടികൾക്ക് താല്പര്യക്കുറവുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള താല്പര്യമുള്ള സബ്ജക്റ്റുകളുണ്ടെങ്കിൽ കോമ്പിനേഷനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും അതുപോലെ തന്നെ അനുവദിച്ച സംഗതികൾ റീഅറേഞ്ച് ചെയ്യാനും ഒക്കെ സാധിക്കും. അതൊക്കെ ഈ പറഞ്ഞ പുനഃസംവിധാനത്തിൻ്റെ ഭാഗമാക്കി നമുക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. ചോദ്യം നമ്പർ 93 ശ്രീമതി ഉമ തോമസ്, ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി. സർ, ചോദ്യം എ, ഭൂരേഖകൾ ലഭ്യമാക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കുന്നതിനും അനുബന്ധ സർക്കാർ സേവനങ്ങൾ സുരക്ഷിതവും സുതാര്യമാക്കുന്നതിനായി ഡിജിറ്റൽ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പ്രധാന ഭൂരേഖകളായ അടിസ്ഥാന ഭൂനികുതി രജിസ്റ്റർ BTR, തണ്ടപ്പേർ രജിസ്റ്റർ എന്നിവ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്ത് റവന്യൂ ലാൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം പോർട്ടൽ വഴി ലഭ്യമാക്കി വരുന്നു. കൂടാതെ റവന്യൂ, രജിസ്ട്രേഷൻ, സർവേ വകുപ്പുകളുടെ സേവനങ്ങൾ ഇൻ്റഗ്രേറ്റഡ് ലാൻഡ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം മുഖേന ഏകീകൃതമായി ലഭ്യമാക്കി വരുന്നു. ഡിജിറ്റൽ സർവേ പൂർത്തീകരിച്ച വില്ലേജുകളിലെ ഡിജിറ്റൽ സർവേ രേഖകളെ സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന ഡിജിറ്റൽ സർവേ പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിച്ച എൻ്റെ ഭൂമി പോർട്ടലിലും ലഭ്യമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം ഈ വില്ലേജുകളിലെ ലഭ്യമായ മുൻ സർവേ രേഖകളും റീസർവേ വില്ലേജുകളിലെ FMBകളും മുൻ സെറ്റിൽമെൻറ്റ് രേഖകളും പൊതുജനങ്ങൾക്ക് ഓൺലൈനായി പരിശോധിക്കുന്നതിനും സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഫീസ് അടച്ച് ഡൗൺലോഡ് ചെയ്യുന്നതിനും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. സർ, റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേ ചെയ്യേണ്ട 1550 വില്ലേജുകളിൽ 1-2 ഘട്ടങ്ങളായി 839 വില്ലേജുകൾ ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിട്ടുള്ളതും നിലവിൽ പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ 72.73 ലക്ഷം ലാൻഡ് പാർസലുകളായി 10.42 ലക്ഷം ഹെക്ടർ ഭൂമിയുടെ സർവേ പൂർത്തീകരിച്ചിട്ടുള്ളതുമാണ്. സർ, വിശദാംശങ്ങൾ അനുബന്ധമായി കൊടുത്തിട്ടുണ്ട്. സർ, അല്പം ദൈർഘ്യമുള്ളതാണ്, ഞാനത് ചെയ്തു. ശ്രീമതി ഉമ തോമസ്. സർ, ഡിജിറ്റൈസ് ചെയ്ത റവന്യൂ ഡാറ്റയുടെ സുരക്ഷയും സ്വകാര്യതയും ഉറപ്പാക്കാൻ എന്തെല്ലാം സൈബർ സുരക്ഷാ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്? അതുപോലെ ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന സർവേയർ, ഹെൽപ്പർ തുടങ്ങിയവരുടെ ശമ്പളം മുടങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ശമ്പളം നൽകുവാനുള്ള നടപടി ഉണ്ടാകുമോ? ബഹുമാനപ്പെട്ട മന്ത്രി. സർ, കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമുക്ക് ഏതാണ്ട് 2600ഓളം താൽക്കാലിക ജീവനക്കാരാണ് സർ എംപ്ലോയ്മെൻറ്റ് മുഖാന്തരം എടുത്തിട്ടുള്ളത്. അവരുടെ സാലറി കൊടുത്തിട്ടില്ല. തീർച്ചയായിട്ടും അത് ഉടൻ തന്നെ നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുക്കും. പിന്നെ അത് ഇവിടെ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച കാര്യവുമായി ബന്ധപ്പെട്ട് റവന്യൂ ഡാറ്റ എന്ന് പറയും സർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതീവ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് മികച്ച സുരക്ഷാ സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. വിവരങ്ങൾ സുരക്ഷിതമായി സർക്കാരിൻ്റെ തന്നെ നിയന്ത്രണത്തിലുള്ള സ്റ്റേറ്റ് ഡാറ്റാ സെൻ്ററുകളാണ് സൂക്ഷിക്കുന്നത്. ഇതുകൂടാതെ എല്ലാ ഡാറ്റാബേസിൻ്റെയും ഒരു ബാക്കപ്പ് പ്രത്യേകം തയ്യാറാക്കിയ ബാക്കപ്പ് സെർവറുകളിൽ സൂക്ഷിക്കുന്നുണ്ട് സർ. അതുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, എൻ്റെ മണ്ഡലത്തിൽ തന്നെ 35 മുതൽ 40 വർഷം വരെയായി കൃഷി ചെയ്യാതെ കിടക്കുന്നതും നിലവിൽ റവന്യൂ രേഖകളിൽ നിലം എന്നായി രേഖപ്പെടുത്തിയിരിക്കുന്നതുമായ ഭൂമികൾ യഥാർത്ഥ ഭൂവിനിയോഗത്തിന് അനുസൃതമായി പരിശോധിച്ച് അർഹതയുള്ളവരെ തരം മാറ്റി പുരയിടമാക്കി നൽകാനായിട്ടുള്ള നടപടി സ്വീകരിക്കുമോ? ബഹുമാനപ്പെട്ട മന്ത്രി. സർ, ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ മണ്ഡലത്തിൽ മാത്രമല്ല സർ, കേരളത്തിൽ മുഴുവൻ ഇന്ന് 2 ലക്ഷത്തിലധികം അപേക്ഷകളാണ് തരം മാറ്റത്തിന് വേണ്ടി ഇന്ന് കെട്ടിക്കിടക്കുന്നത്. സർ, അത് പരിഹരിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലത് നമുക്ക് ഒരു കാരണവശാലും കൊടുക്കാൻ പറ്റാത്ത അപേക്ഷകളും കാണും. പക്ഷേ വളരെ പെട്ടെന്ന് കൊടുക്കാവുന്ന അപേക്ഷകൾ 5 സെൻറ്റ് 10 സെൻറ്റ് അത് ലഭ്യമായാൽ ഒരു വീട് വയ്ക്കുക എന്നുള്ള ആഗ്രഹം നിറവേറ്റാനുള്ള സാഹചര്യം, അങ്ങനെയുള്ള തരം മാറ്റ അപേക്ഷകൾ പോലും കെട്ടിക്കിടക്കുകയാണ് സർ. അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സർ വളരെ പെട്ടെന്ന് തന്നെ ഏറ്റവും ചുരുങ്ങിയത് അത്തരത്തിലുള്ള 25,000-ഓളം അപേക്ഷകൾ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് നൽകാനുള്ള നടപടി സ്വീകരിക്കും. അതിനുവേണ്ടി ജില്ലാ തലങ്ങളിലുള്ള അദാലത്തുകൾ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് സർ. ശ്രീ MJ സെബാസ്റ്റ്യൻ. സാർ, നിലവിലുള്ള ഭൂപതിപ്പ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുന്നതിനും പരിഷ്കരിക്കുന്നതിനും ആവശ്യമായ റവന്യൂ രജിസ്ട്രേഷൻ
തദ്ദേശ സ്വയംഭരണം എന്നീ വകുപ്പുകളുടെ ഏകോപനം നടത്താൻ സാധിക്കുമോ? ബഹുമാനപ്പെട്ട മന്ത്രി. സർ, ഈ ഗവൺമെൻറ് മുഖ്യമന്ത്രിയുടെ ബജറ്റിലും ഒക്കെ സൂചിപ്പിച്ച ഒരു കാര്യം, നിലവിലുള്ള നമ്മുടെ നിയമങ്ങൾ പലതും വർഷങ്ങളോളം ദശാബ്ദങ്ങളോളം പഴക്കമുള്ളതാണ് സർ. കാലാനുസൃതമായി മാറ്റം വരുത്തേണ്ട പല നിയമങ്ങളുണ്ട് സർ. അത്തരം നിയമങ്ങളൊക്കെ പരിഷ്കരിച്ച് നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിന് അനുസൃതമായി മാറ്റുക എന്നുള്ള ലക്ഷ്യം നമുക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊരു കമ്മീഷനെ വയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നമുക്ക് ആ കമ്മീഷൻ്റെ വെച്ച് കഴിഞ്ഞാൽ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ ആലോചിക്കും. അതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ ഏകോപനം ഇവിടെ സൂചിപ്പിച്ച് നല്ല രീതിയിൽ ഇപ്പോൾ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ ഏകോപനം കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടി ഉണ്ടാവും സർ. ശ്രീ എ ഡി തോമസ്. സർ, ആലപ്പുഴ ജില്ലയിൽ ഡിജിറ്റൽ സർവേയുടെ എത്ര ശതമാനം പൂർത്തിയായിട്ടുണ്ട്? ഡിജിറ്റൽ സർവേ പൂർത്തിയാകാത്തതിന് കാരണം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വസ്തു രജിസ്ട്രേഷൻ നടപടികൾ തടസ്സപ്പെടുന്നതും വൈകുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇത് പരിഹരിക്കാൻ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാൻ കഴിയും എന്ന് വ്യക്തമാക്കാമോ? ബഹുമാനപ്പെട്ട മന്ത്രി. സർ, നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ ഡിജിറ്റലൈസേഷൻ ഏതാണ്ട് 839 വില്ലേജുകളിലാണ് ആരംഭിച്ചത്. പക്ഷേ ഇന്ന് സർ അത് 228 വില്ലേജുകളിലാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. 146 വില്ലേജുകൾ അതിൻ്റെ അടുത്ത ഘട്ടത്തിലാണ്. നമുക്ക് ഡിജിറ്റൽ സർവേ പൂർത്തീകരിച്ച് സെക്ഷൻ 9(2) വിജ്ഞാപന പ്രസിദ്ധീകരണ ഘട്ടത്തിലാണ്. അപ്പോൾ അതും കൂടി പൂർത്തീകരിച്ച് നമുക്ക് പൂർണ്ണമായിട്ട് ഇതിലേക്ക് വരുന്നുള്ളൂ. ഡിജിറ്റൽ സർവേ പുരോഗമിക്കുന്ന 221 വില്ലേജുകളാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അല്പം സമയമെടുക്കുന്നുണ്ട്. 4 വർഷക്കാലമായി ആരംഭിച്ചിട്ട് പല ഘടകങ്ങളും ഇതിനകത്തുണ്ട്. ഭൂമിയുമായി ബന്ധപ്പെട്ട അദ്ദേഹം സൂചിപ്പിച്ച മറ്റു തർക്കങ്ങളുണ്ട്. അതുകൊണ്ട് അല്പം കാലതാമസമുണ്ട് എന്നുള്ളത് ശരിയാണ്. അതുപോലെ തന്നെ പരാതികളുമുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരാതികൾ പരിഹരിച്ചാണെങ്കിലും ഡിജിറ്റൽ സർവേയുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം. ആത്യന്തികമായി അത് ഇന്നത്തെ സർവേ സിസ്റ്റത്തിന് ഗുണം ചെയ്യുന്ന എന്ന് തന്നെയാണ് ഗവൺമെൻറ് കരുതുന്നത്. ശ്രീ പഴകുളം മധു. സർ, ഭൂരേഖകൾ, പോക്കുവരവ്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ സേവനങ്ങൾ പൂർണ്ണമായും ഓൺലൈനാക്കിയിട്ടുണ്ടോ? സമ്പൂർണ്ണ ഡിജിറ്റൈസേഷന് ശേഷം എന്തെല്ലാം സേവനങ്ങളാണ് ഓൺലൈൻ വഴി ലഭ്യമാക്കുന്നതെന്ന് പറയാമോ? ഈ സേവനങ്ങൾക്കെല്ലാം കേരളത്തിൽ മതിയായ എണ്ണം വില്ലേജ് ഓഫീസർമാരുടെ അപര്യാപ്തത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? സാർ, ഞാൻ എൻ്റെ ഒന്നാമത്തെ ചോദ്യത്തിനകത്ത് വളരെ വ്യക്തമായി തന്നെ അനുബന്ധത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സമ്പൂർണ്ണ ഡിജിറ്റൈസേഷൻ നടത്തുന്നതിന് വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. റവന്യൂ ലാൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം, സംയോജിത റവന്യൂ ഇ പേയ്മെൻറ്റ്, സംയോജിത ഓൺലൈൻ പോക്കുവരവ്, ഓൺലൈൻ തണ്ടപ്പേർ പകർപ്പ്, ലൊക്കേഷൻ മാപ്പ്, ഓൺലൈൻ ഭൂമി തരംമാറ്റം, ഓൺലൈൻ, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് തന്നെ ഡിജിറ്റൈസേഷൻ കഴിഞ്ഞു സാർ. ഇനി അതുകൊണ്ട് സമ്പൂർണ്ണമായിട്ടില്ല. പക്ഷേ നമ്മൾ ആ ഒരു രീതിയിലേക്കാണ്. ഏത് സംവിധാനവും എത്രയും പെട്ടെന്ന് നമുക്ക് ലഭ്യമാകുക എന്നുള്ളതാണ്. അതിന് ഡിജിറ്റൈസേഷൻ വളരെ ഗുണം ചെയ്യുന്നു എന്നുള്ള ഒരു ധാരണ എല്ലാവർക്കും ഇടയിലുമുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ ഒരുപാട് മുന്നോട്ട് പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിന് സമ്പൂർണ്ണ ഡിജിറ്റൈസേഷൻ എന്നുള്ള ലക്ഷ്യത്തിൽ എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള നടപടി ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാകും. ശ്രീ കെ രാജൻ. സൂചിപ്പിച്ചതുപോലെ 10.42 ലക്ഷം ഹെക്ടർ ഭൂമി അളന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏതാണ്ട് 28 ലക്ഷം ഹെക്ടർ ഭൂമിയുടെ 1/3 നമ്മൾ അളന്ന് പൂർത്തീകരിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഡിജിറ്റൽ റീസർവേ കേരളത്തിലെ റവന്യൂ രംഗത്തെ വിപ്ലവകരമായൊരു ചരിത്രമാണ്. അങ്ങേക്കറിയാം, അങ്ങ് അതിൽ പങ്കാളിയായ ആളാണ്. സ്വാഭാവികമായിട്ടും പ്രിസൻറ്റീവ് ടൈറ്റിൽ നിന്നൊരു കൺക്ലൂസീവ് ടൈറ്റിലേക്കുള്ള കേരളത്തിൻ്റെ യാത്രയാണ് നമ്മൾ ഡിജിറ്റൽ സർവേ കൊണ്ട് ആലോചിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ 374 വില്ലേജുകളിൽ 9-2 കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ 600-ലേറെ വില്ലേജുകളിൽ അത് മുന്നോട്ട് പോകുകയും കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് സാർ ഉന്നയിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഈ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കണമെങ്കിൽ കേരളത്തിൽ ഒരു സെറ്റിൽമെൻറ്റ് ആക്ട് ഉണ്ടാകണം. ആ സെറ്റിൽമെൻറ്റ് ആക്ട് സ്വകാര്യ ഭൂമി ക്രമീകരിച്ചുകൊണ്ട് അധികമായി അളന്നു കിട്ടിയാൽ അത് ക്രമീകരിക്കാൻ പറ്റുന്ന ഒരു ആക്ടിന് കഴിഞ്ഞ തവണ നമ്മുടെ സഭ ഏകകണ്ഠമായി രൂപം നൽകി അത് ഗവർണറുടെ മുമ്പിലേക്ക് അയച്ചു. ഗവർണർ ഒപ്പിട്ടിട്ടില്ല. കൺക്ലൂസീവ് ടൈറ്റിലേക്ക് കേരളം പോകണമെങ്കിൽ നമ്മളിപ്പോൾ കണ്ട ഇൻ്റഗ്രേറ്റഡ് പോർട്ടലിനും ഡിജിറ്റൽ സർവേക്കും ഒപ്പം അധികമായി കാണുന്ന സ്വകാര്യ ഭൂമിയെ ക്രമവൽക്കരിക്കാനുള്ളൊരു നടപടിയിലേക്ക് നമ്മൾ പോകേണ്ടി വരും. ഡിജിറ്റൽ സർവേയുടെ 2ാം ഘട്ടം തുടരും എന്നങ്ങ് പറഞ്ഞത് വളരെ സ്വാഗതാർഹമാണ്. അതോടൊപ്പം ഈ നിയമത്തെ കൂടി കേന്ദ്രീകരിച്ചൊരു കൺക്ലൂസീവ് ടൈറ്റിലേക്കുള്ള യാത്ര വേഗതയിലാക്കും. സാർ, അങ്ങോട്ട് സൂചിപ്പിച്ചത് അങ്ങയുടെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണെന്ന് എനിക്കറിയാം. പല ഭൂമി അളക്കുമ്പോഴും SSI കാണുന്ന സാഹചര്യമുണ്ട്. അത്തരം ഭൂമികൾ നമുക്ക് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം, അതിന് വേണ്ട ഒരു നിയമം അനിവാര്യമാണ്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ സാർ. സമ്പൂർണ്ണമായ നമുക്കറിയാം ഭൂപരിഷ്കരണ നിയമം കൊണ്ടുപോകുന്ന സംസ്ഥാനമാണ് കേരളം. അതെനിക്ക് മനസ്സിലായി. അതിന് അംഗീകാരം കിട്ടിയിട്ടില്ലല്ലോ.
അപ്പോൾ അത് സ്വാഭാവികമായും ഭൂപരിഷ്കാര നിയമം നടപ്പാക്കിയ സംസ്ഥാനത്ത് 6 ദശാബ്ദം കഴിയുമ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ നമുക്ക് പല രീതിയിലുള്ള മാറ്റവും അനിവാര്യമാണ്. ആ മാറ്റത്തിന് ഈ ഗവൺമെൻറ് നേതൃത്വം കൊടുക്കും. ശ്രീ PK ഫിറോസ്. ഈ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ കാരണം എൻ്റെ നിയോജകമണ്ഡലത്തിലെ 2 വില്ലേജുകൾ, പ്രത്യേകിച്ച് വാവാട്, രാരോത്ത് വില്ലേജുകളിൽ ആളുകൾക്ക് ഭൂനികുതി അടയ്ക്കാൻ കഴിയാതെ വലിയ പ്രയാസത്തിലാണ്. ലോൺ എടുക്കാൻ പോലും കഴിയാതെ ആളുകൾ അവിടെ ക്യൂ നിൽക്കുന്ന ദൃശ്യങ്ങൾ ഞാൻ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടൊരു വ്യക്തിയാണ്. അപ്പോൾ ഇത് അടിയന്തരമായി പരിഹരിച്ച് ജനങ്ങളുടെ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി നടപടി സ്വീകരിക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. ബഹുമാനപ്പെട്ട അംഗം ഫിറോസോട് സൂചിപ്പിച്ച കാര്യത്തിൻ്റെ ബന്ധപ്പെട്ട കാര്യമാണ് സൂചിപ്പിച്ചത്. ഏതാണ്ട് 1 ലക്ഷത്തോളം പരാതികൾ ഇപ്പോഴത്തന്നെ വന്നിരുന്നു സർ. അതിനകത്ത് 48,000-ഓളം പരാതികൾ ഇതിനകം പരിഹരിച്ചു കഴിഞ്ഞു. ബാക്കി വരുന്ന പരാതികൾ ഒരു 100 ദിവസത്തിനകം തന്നെ പരിഹരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് പോകുന്നത്. അത് പരിഹരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് സർ ഗവൺമെന്റ് വിശ്വസിക്കുന്നത്. ശ്രീ അൻവർ സാദത്ത്. സർ, ഒരു നാടിൻ്റെ വികസനത്തിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്ന റവന്യൂ വകുപ്പ്. നമുക്കെല്ലാവർക്കും അറിയാം, വികസനത്തിന് ഭൂമി ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഒരു വികസനത്തിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത്. സർ, അതുപോലെ തരം മാറ്റൽ അതൊരു പ്രധാന ഘടകമാണ്. അതുപോലെ തന്നെ നമുക്ക് സർക്കാരിൻ്റെ ഭൂമി കയ്യേറ്റം വരുമ്പോൾ അത് അളന്ന് തിട്ടപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം റവന്യൂ വകുപ്പിനാണ്. അതോടൊപ്പം തന്നെ നമുക്ക് മറ്റുള്ള തർക്കങ്ങൾ, ഈ വസ്തുബന്ധമായ തർക്കങ്ങൾ, ഇതിനെല്ലാം വേണ്ടത് സർവേയർമാരാണ് സാർ. ഇന്ന് കേരളത്തിൽ സർവേയർമാരുടെ ഒരു കുറവ് നമ്മുടെ നാടിൻ്റെ വികസനത്തിൽ പലപ്പോഴും അതൊരു തടസ്സമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ ഗവൺമെൻറ് കൂടുതൽ സർവേയർമാരെ വെച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെ വികസനത്തിൽ കൂടുതൽ ആക്കം കൂട്ടുവാനും മറ്റുള്ള വിഷയങ്ങൾക്കുമൊക്കെ പരിഹാരമായി പുതിയ സർവേയർമാരെ വെക്കാൻ ഈ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ബഹുമാനപ്പെട്ട മന്ത്രി. സർ, ബഹുമാനപ്പെട്ട അംഗം അൻവർ സാദത്തോട് സൂചിപ്പിച്ച കാര്യം നമുക്കൊക്കെ അറിവുള്ള കാര്യമാണ്. ഒരു സർവേ നടക്കുന്നതിന് താലൂക്ക് ഓഫീസിൽ സർവേറെ കിട്ടുന്നതിന് പല പ്രാവശ്യം വിളിക്കേണ്ട അവസ്ഥയാണ്. സർ, ഇന്ന് തുടങ്ങിയല്ല സർ. കേരളത്തിൽ നമുക്ക് ഈ ഒരു അപര്യാപ്തത, സർവേ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് ഉള്ള സ്ട്രെങ്ത്ത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഇത്തരം കാര്യങ്ങൾ നടക്കാൻ കഴിയാത്ത കാര്യമാണ്. ഞാനത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് തന്നെ ഡിജിറ്റലൈസേഷൻ ഇപ്പോൾ നടക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചല്ലോ, 2500-ലധികം ആളുകളെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലൂടെ എടുത്ത് അവരെ വെച്ചുകൊണ്ടാണ് നമുക്ക് സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അപര്യാപ്തത ശക്തമായിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും പരമാവധി അത്തരം കാര്യങ്ങളൊക്കെ പരിഹരിച്ച് പോകുന്നതിനുള്ള നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ക്വസ്റ്റ്യൻ നമ്പർ 94, ശ്രീമതി ഉഷ വിജയൻ. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി. അതിനിടയ്ക്ക് ഒരു ചെറിയ കാര്യം കൂടി. ഇവിടെ നമ്മളുടെ ഈ സഭ സന്ദർശിക്കുന്നതിന് വേണ്ടി ഓസ്ട്രേലിയയിലെ വിക്ടോറിയ പാർലമെൻറ്റിൽ ബഹുമാനപ്പെട്ട ചീഫ് വിപ്പ് ശ്രീ ലീ ടെർമിനൻസും അദ്ദേഹത്തോടൊപ്പമുള്ള പ്രതിനിധി സംഘവും DV ഗാലറിയിലുണ്ട്. സഭയ്ക്ക് വേണ്ടി അവരെ നമ്മൾ അനുമോദിക്കുകയാണ്. സാർ. ബഹുമാനപ്പെട്ട മന്ത്രി. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുൻ സർക്കാർ എടുത്ത നടപടികളെ സംബന്ധിച്ച് പറയുമ്പോൾ 2022 സെപ്റ്റംബർ 7 കേന്ദ്ര സർക്കാർ അംഗീകരിച്ച കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് സർ PM ശ്രീ. ഈ PM ശ്രീ പദ്ധതിയെക്കുറിച്ച് പഠിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല കമ്മിറ്റി രൂപീകരിക്കുകയും പ്രസ്തുത കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ PM ശ്രീ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് സംസ്ഥാനം 24-25 അധ്യയന വർഷത്തിന് മുമ്പ് തീരുമാനമെടുക്കുമെന്ന് കാണിച്ച് ഒരു അഷ്വറൻസ് ലെറ്റർ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് നൽകുകയുണ്ടായി. 2025 ഒക്ടോബറിൽ സംസ്ഥാനം PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതിനെ തുടർന്ന് 25-26 വർഷത്തിൽ SSKക്ക് സമഗ്ര ശിക്ഷ കേരളം തടഞ്ഞുവെച്ച 99.27 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. ധാരണാപത്രം ഒപ്പുവെച്ചതിനെ തുടർന്ന് ആശങ്കകൾ ഉയർന്ന സാഹചര്യത്തിൽ പദ്ധതി റിവ്യൂ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി മുൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചെയർമാനായി ഒരു മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കുകയും പ്രസ്തുത മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ട് സമർപ്പിക്കുന്നതുവരെ പദ്ധതിയുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ നീട്ടിവെക്കാൻ തീരുമാനിച്ചതായി ടു കീപ് ഇൻ അബയൻസ് അറിയിച്ചുകൊണ്ട് കേന്ദ്രത്തിന് 2025 നവംബർ 12 സംസ്ഥാനം കത്ത് നൽകിയിരുന്നു. എന്നാൽ പ്രസ്തുത ക്യാബിനറ്റ് സബ് കമ്മിറ്റി യോഗം ചേരുകയോ റിപ്പോർട്ട് സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ല. സർ, PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതിനെ തുടർന്ന്
25-26 വർഷത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട SSKക്ക് സമഗ്ര ശിക്ഷ കേരളക്ക് തടഞ്ഞു വെച്ച 99.27 കോടി രൂപ സംസ്ഥാനത്തിന് ലഭിച്ചിട്ടുണ്ട്. PM ശ്രീ ധാരണാപത്രത്തിൽ വ്യവസ്ഥകൾ പ്രകാരം പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള അവകാശം സംസ്ഥാനത്തിനില്ല. പൊതു താൽപ്പര്യാർത്ഥം ഈ കരാർ 30 ദിവസത്തെ നോട്ടീസ് നൽകി റദ്ദാക്കുകയോ അവസാനിപ്പിക്കുകയോ ചെയ്യുന്നതിനുള്ള അവകാശം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസവും സാക്ഷരതയും വകുപ്പ് DOSCLന് മാത്രം ആയിരിക്കും. പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനാൽ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് മറ്റ് ഫണ്ടുകൾ ലഭിക്കാത്തതോ തടഞ്ഞു വച്ചിരിക്കുന്നതോ ആയ സാഹചര്യം സംജാതമായിട്ടുണ്ടോ എന്നതിൽ PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിനുള്ള ധാരണാപത്രം മുൻ സർക്കാർ ഒപ്പിടുകയും പിന്നീട് നീട്ടിവെക്കുന്നതിനുള്ള കത്ത് നൽകുകയും ചെയ്ത സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കേണ്ടിയിരുന്ന SSKക്കുള്ള കേന്ദ്രവിഹിതം തടഞ്ഞുവെക്കുന്ന സാഹചര്യം സംജാതമായിട്ടുണ്ട്. ഇത്തരത്തിൽ കേന്ദ്രവിഹിത ഇനത്തിൽ 1151.48 കോടി രൂപ 2025-26 വരെ സംസ്ഥാനത്തിന് ലഭ്യമാകേണ്ടതുണ്ട്. സർ മുൻ സർക്കാർ ഒപ്പിട്ട ധാരണ പ്രകാരം കേരളത്തിലെ എത്ര സ്കൂളുകളെ PM ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ ബാധ്യതയുണ്ട്? സർ, PM ശ്രീ സ്കൂളുകൾക്ക് കേന്ദ്ര ഫണ്ട് എത്രയാണ്? സംസ്ഥാന വിഹിതം എത്രയാണ്? ബഹുമാനപ്പെട്ട മന്ത്രി. സർ, ഒരു സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ ബ്ലോക്കുകളിൽ ഒരു ബ്ലോക്കിൽ ഒരു എലമെൻ്ററി സ്കൂളും ഒരു സെക്കൻഡറി സ്കൂളുമാണ് ഈ കാര്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. അതിലെ വിഹിതമെന്ന് പറയുന്നത് 60-40 40% കേരളവും 60% കേന്ദ്രവുമാണ്. ഒരു സ്കൂളിന് ലഭിക്കുന്നത് 1 കോടി രൂപയാണ്. സർ, PM ശ്രീ വിഷയത്തിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുന്നതിന് മുൻപ് മുൻ സർക്കാർ ആരൊക്കെയുമായി കൂടിയാലോചനകൾ നടത്തിയിരുന്നു എന്ന് വ്യക്തമാക്കാമോ? വിദ്യാഭ്യാസ വിദഗ്ധരുമായോ ഈ വിഷയത്തിൽ ആശയവിനിമയം നടത്തിയിരുന്നു? ബഹുമാനപ്പെട്ട മന്ത്രി. ഈ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് PM ശ്രീ പദ്ധതിയിലെടുത്ത നടപടികൾ ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞു. ഇതിനു മുമ്പ് ഇത് അടിയന്തര പ്രമേയമായി വന്നപ്പോൾ വളരെ വിശദമായി കാര്യങ്ങൾ പ്രതിപാദിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതിലെവിടെയും കഴിഞ്ഞ ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടത്തിയതായോ വിവിധ കോണുകളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ സ്വരൂപിച്ചതായോ എവിടെയും രേഖയിൽ കാണുന്നില്ല. ഗവൺമെൻറ് രൂപീകരിച്ച സെക്രട്ടറിമാരുടെ ഒരു സമിതി അവർ യോഗം ചേരുകയും ആ യോഗം PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാവുന്നതാണ് എന്ന് സർക്കാരിന് ഉപദേശം നൽകിയതായിട്ട് രേഖയിൽ കാണുന്നുണ്ട്. ശ്രീ T J വിനോദ്. സർ, PM ശ്രീ പദ്ധതിയിലെ സുപ്രധാന വ്യവസ്ഥകൾ എന്തെല്ലാമാണെന്നും ഇവ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ പാഠ്യപദ്ധതി എങ്ങനെ ബാധിക്കുന്നുവെന്ന് വിലയിരുത്തിയിട്ടുണ്ടോ? സിലബസ് നിശ്ചയിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് വ്യക്തമാക്കാം. യെസ് മിനിസ്റ്റർ. അല്ല, അത് തുടർന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. PM ശ്രീയുടെ വ്യവസ്ഥകളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ സിലബസ്, സ്കൂളുകളുടെ സെലക്ഷൻ, ഇതൊക്കെ പിന്നീട് തീരുമാനിക്കേണ്ട വിഷയങ്ങളാണ്. സംസ്ഥാനങ്ങൾക്ക് അവരുടെ സിലബസ് പഠിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് പല സംസ്ഥാനങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വിഷയവുമാണ്. ശ്രീ K M അഭിജിത്ത്. സർ, കോത്താരി കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഉൾപ്പെടെ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മേന്മകളെ സംരക്ഷിക്കാൻ ഒരുപടി റിപ്പോർട്ടുകൾ ഈ രാജ്യം കണ്ടിട്ടുണ്ട്. പക്ഷേ അതെല്ലാം കാറ്റിൽ പറത്തി കഴിഞ്ഞ ഒരു 10 വർഷക്കാലമായി കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ അതിനൊക്കെ ഇല്ലാതാക്കിയാണ്. അപ്പോൾ നമുക്കറിയാം, 21 ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികളെ ഇരുട്ടിൽ നിർത്തിയാണ് പരീക്ഷകളുടെ വിശ്വാസ്യത പോലും നഷ്ടപ്പെട്ട് നീറ്റ് പരീക്ഷ പോലും അട്ടിമറിക്കപ്പെടുന്ന കാഴ്ചയും കാണുന്നത്. സർ, അതിൻ്റെ തുടർച്ചയായിട്ടാണ് PM ശ്രീയും ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മേന്മ കെടുത്താൻ കൊണ്ടുവന്ന ഈ പദ്ധതിയെ മറികടക്കാൻ സംസ്ഥാനത്തിൻ്റെ കൂടി അവകാശമായ വിദ്യാഭ്യാസത്തിൽ ഈ PM ശ്രീയെ മറികടക്കാൻ ഒരു കമ്മീഷനെ വെക്കാൻ നമ്മൾക്ക് സാധിക്കുമോ? അല്ലെങ്കിൽ അതിനെ മറികടക്കാനുള്ള എന്തെല്ലാം നടപടികൾ നമുക്ക് കൈക്കൊള്ളാൻ സാധിക്കും? മിനിസ്റ്റർ. സർ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിലുള്ളതാണ്. അപ്പോൾ അതിൽ കൃത്യമായും സംസ്ഥാനത്തിന് അതിൻ്റെ അവകാശമുണ്ട്. ഒരു സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ എന്തു പഠിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നതിന് ആ സംസ്ഥാനം ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ അഭിപ്രായത്തിന് പ്രാമുഖ്യമുണ്ടാവണം. അതുകൊണ്ട് തന്നെ ആ ദിശയിൽ നമുക്ക് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാവുന്നതുമാണ്. ശ്രീ പ്രവീൺ കുമാർ.
സർ, ഈ സഭയ്ക്കകത്തും പുറത്തും സജീവമായി ചർച്ച ചെയ്യുന്ന വിഷയമാണല്ലോ ഇടതുപക്ഷ സർക്കാർ കരാറിൽ ഒപ്പിട്ട PMC പദ്ധതി. ഈ പദ്ധതിയിൽ നിന്നും പിന്മാറിയാൽ കേരളത്തിലുണ്ടാകുന്ന സാമ്പത്തിക നിയമ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാമോ? മിനിസ്റ്റർ. അല്ല, അതും കഴിഞ്ഞ തവണയും ഞാൻ വിശദീകരിച്ചാണ്. ഒന്നുകൂടി പറയാം. ഈ കരാറ് കഴിഞ്ഞ ഗവൺമെൻറ് ഒപ്പിട്ട കരാറിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് അതിൽ സംസ്ഥാനത്തിന് പിന്മാറാൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. യൂണിലേറ്ററലാണ്. പിന്മാറാനുള്ള അവകാശം കേന്ദ്രത്തിന് മാത്രം നിക്ഷിപ്തമായി കൊടുത്തിരിക്കുകയാണ്. പിന്നെ അതുകൊണ്ടുണ്ടാകാവുന്നതെന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഉണ്ടാകാവുന്നത് അതുവഴി കിട്ടാവുന്ന ഒരു എമൗണ്ട് 152 ബ്ലോക്കുകളിൽ 304 സ്കൂളുകൾക്ക് 1 കോടി രൂപ വീതം 3 വർഷം വെച്ച് കിട്ടുമ്പോൾ ഒരു 900 കോടിയിൽ പരം, 1000 കോടിയിൽ താഴെ രൂപ ആ ഇനത്തിലും, പിന്നെ അന്യായമായി ഇത് ഒപ്പിടാത്തതിൻ്റെ പേരിൽ മറ്റ് കേന്ദ്ര ഫണ്ടുകൾ തടഞ്ഞു വെക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണല്ലോ. കഴിഞ്ഞ സർക്കാർ ഒപ്പിടാൻ നിർബന്ധിതമായത് ആ ഫണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ ഇനത്തിൽ ഇവിടെ SSKക്ക് ലഭിക്കാനുള്ള 1100, ഞാൻ നേരത്തെ സൂചിപ്പിച്ച 1150 കോടി രൂപയും കിട്ടാതെ പോകുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഒപ്പിടാത്തതിൻ്റെ പേരിൽ 2000-ഓളം കോടി രൂപ സംസ്ഥാനത്തിന് നഷ്ടമാകുന്ന ഒരു സ്ഥിതിയുണ്ട്. ശ്രീ മുഹമ്മദ് റിയാസ്. സെപ്റ്റംബറിലാണ് നമ്മുടെ രാജ്യത്ത് PM-ശ്രീ വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കാൻ ആരംഭിച്ചത്. ഇതിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, ഇന്ന് പലയിടത്തും കോൺഗ്രസ് ഭരണമല്ലെങ്കിലും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ്, തെലങ്കാന ഇവിടങ്ങളിൽ കോൺഗ്രസ് ഭരണകാലത്താണ് PM-ശ്രീ ആരംഭിച്ചത്. ഇതിനെക്കുറിച്ച് UDF സർക്കാരിൻ്റെ നിലപാടെന്താണ്? ഇതേ മാതൃക പിന്തുടരാനാണോ കേരളത്തിലെ UDF സർക്കാരിൻ്റെ ശ്രമം? ബഹുമാനപ്പെട്ട മന്ത്രി. അത് ഈ ചോദ്യത്തിൻ്റെ പരിധിയിൽ വരുന്ന സംഗതിയല്ല. ഏതായിരുന്നാലും ഇവിടുത്തെ സാഹചര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒപ്പിട്ട് വെച്ച് കഴിഞ്ഞ ഗവൺമെൻറ് ഉണ്ടാക്കിയൊരു പ്രതിസന്ധി നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതെങ്ങനെ പരിഹരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് വശങ്ങൾ ഈ ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതല്ല. ചോദ്യം നമ്പർ 95 ശ്രീ അരുൺകുമാർ, ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി. ടൂറിസം മേഖലയിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ പ്രവർത്തനങ്ങളും കൂടി വിലയിരുത്തിയാണ് ടൂറിസം പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത്. കാലാനുസൃതമായ മാറ്റങ്ങളും ടൂറിസം മേഖലയിലെ ആവശ്യങ്ങളും അനുസരിച്ച് ടൂറിസം നയം രൂപപ്പെടുത്തുന്ന കാര്യം സർക്കാർ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ടൂറിസം വകുപ്പുമായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ധാരണാപത്രം ഒപ്പുവച്ചിട്ടുണ്ട്. ആയതുപ്രകാരം കാരവൻ പാർക്ക്, സ്റ്റാർട്ടപ്പ് ബോർഡ് പദ്ധതി, ടോയ്ലറ്റ് മോഡൽ, പരിസ്ഥിതി സൗഹൃദ ശുചിത്വ സംവിധാനം തുടങ്ങിയ പദ്ധതികൾ ഉൾപ്പെടുന്നു. എന്നാൽ നാളിതുവരെ സ്റ്റാർട്ടപ്പ് മിഷനുമായി ബന്ധപ്പെട്ട മേൽ പദ്ധതികളൊന്നും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. സാർ, അതോടൊപ്പം ടൂറിസം കേന്ദ്രങ്ങൾ വളർത്തിയെടുക്കൽ, എല്ലാവർക്കും എത്തിച്ചേരാവുന്ന, എല്ലാവർക്കും ഉൾക്കൊള്ളുന്നതുമായ ടൂറിസം കേന്ദ്രം രൂപപ്പെടുത്തൽ, അതുകൊണ്ട് ഞാൻ സമയക്കുറവ് കൊണ്ട് ഡീറ്റെയിൽഡായിട്ട് അത് വായിക്കുന്നില്ല. സസ്റ്റൈനബിളായ സുസ്ഥിര സമ്പ്രദായത്തിന് ഊന്നൽ നൽകിയിട്ടുള്ള ഒരു നയമായിരിക്കും ഈ സർക്കാർ ആവിഷ്കരിക്കുന്നത്. ശ്രീ MS അരുൺകുമാർ. സാർ, ആലപ്പുഴ പേര് പോലെ തന്നെ പുഴകളും കായലും ഒക്കെ ഒരുപാടുള്ളതാണ്. ഈ കായൽ ടൂറിസത്തിൻ്റെയും അതോടൊപ്പം തന്നെ പുഴകളെയും ടൂറിസത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരാൻ കഴിയുന്ന നിലയിൽ ഒരു കായൽ ടൂറിസത്തിൻ്റെ ഹബ്ബാക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ളതാണ്. മിനിസ്റ്റർ. സാർ, നമുക്ക് ഈ ലോക ടൂറിസത്തിൽ വളരെ മുൻകൈ എടുക്കാൻ കഴിയുന്നൊരു മേഖല തന്നെയാണ് ഈ ബാക്ക് വാട്ടർ ടൂറിസം. അതിൽ ആലപ്പുഴയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് നിർവഹിക്കാൻ കഴിയുന്നതാണ്. നിലവിൽ തന്നെ ആലപ്പുഴ നമ്മുടെ ടൂറിസത്തിൻ്റെ കാര്യത്തിൽ വളരെ മുന്നിലുള്ള ഒരു ജില്ലയാണ്. തീർച്ചയായും അങ്ങ് ഉന്നയിച്ച ചോദ്യം വളരെ ഗൗരവമായി ഉൾക്കൊണ്ടുകൊണ്ട് ബാക്ക് വാട്ടർ ടൂറിസത്തിന് മുൻഗണന കൊടുക്കുന്ന പദ്ധതികൾ നമ്മുടെ ടൂറിസം നയത്തിലുണ്ടാകും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാർ, സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ടൂറിസം ഡെസ്റ്റിനേഷൻ ചലഞ്ച് എന്ന പദ്ധതി ഉണ്ടായിരുന്നു. എൻ്റെ മണ്ഡലത്തിൽ തന്നെ ഇരപ്പമ്പാറ ടൂറിസം പദ്ധതി അങ്ങേക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. അതിനോടൊപ്പം തന്നെയാണ് വയ്യാങ്കര ടൂറിസം, 110 ഏക്കറോളം പറന്ന് നടക്കുന്ന ഒരു ചിറയാണ്. അത് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ വർക്കുണ്ട്. വള്ളികുന്നം ചിറ ടൂറിസം പദ്ധതിയുണ്ട്. ഇപ്പോൾ ഈ ടൂറിസം ഡെസ്റ്റിനേഷൻ എന്നുള്ള സംവിധാനം ഇപ്പം മാവേലിക്കര അങ്ങ് ഒരുപാട് തവണ വന്നിട്ടുണ്ടാണ്. മണ്ഡപത്തും കടവ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. അച്ചൻകോലാറിനോട് തീരുന്ന തന്നെ തൊട്ടപ്പുറത്ത് പമ്പയാർ. ഇപ്പോൾ ഈ ടൂറിസം ഡെസ്റ്റിനേഷൻ ചലഞ്ച് എന്നുള്ള നിലയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സംവിധാനം ഉണ്ടാകും. ഡെസ്റ്റിനേഷൻ ചലഞ്ച് പദ്ധതി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും എന്ന കാര്യം സഭയെ അറിയിക്കുക. ചോദ്യോത്തര സമയം അവസാനിച്ചു.